യം ശൈവാः സമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം ഹരി ഓം ഹരി. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ചെല്ലുമ്പോൾ ഈ ആദ്യമായിട്ടുള്ള മംഗളസ്തുതി ചൊല്ലിയതിന് ശേഷം ഒരു 3 തവണ ഓംകാരം ജപിക്കാറുണ്ട്. അതിവിടെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ ഓംകാര ജപം വാസ്തവത്തിൽ എനിക്ക് വേണ്ടി ഞാൻ ജപിക്കുന്നതല്ല. ഇവിടെയുള്ള സദസ്യരെ എല്ലാവരെയും കൊണ്ട് കൂട്ടായി ജപിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ്. ഒരു സംയുക്തമായിരിക്കുന്ന ഒരു ജപതപസ്സാണത്. അതിൻ്റെ ഉദ്ദേശം എന്താ? അതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം തന്മൂലമുള്ളതായ തപസ്സിൻ്റെ വിശേഷപ്പെട്ട ഒരു സമ്മാനം, ഒരു ഫലം, പരിണതമായിട്ടുള്ള ഫലമുണ്ടാവും. മാത്രമല്ല, ഈ ഓംകാരം എന്ന് പറയുന്ന സംയുക്തമായിരിക്കുന്ന ഒരു ഉച്ചാരണ തപസ്സുണ്ടല്ലോ, ജപതപസ്, ആ തപസ്സുകൊണ്ട് ഈ ചെന്നൈ എന്ന് പറയുന്ന നഗരം മാത്രമല്ല, തമിഴ്നാട് മാത്രമല്ല, ഭാരതം മാത്രമല്ല, ഭൂമണ്ഡലം മുഴുവനും അതിന് ചുറ്റും വിശേഷപ്പെട്ട ഒരു മംഗള സ്വാധീനം, അപൂർവമായിരിക്കുന്ന സ്വാധീനം ജനിപ്പിക്കണം എന്നതാണ് ഉദ്ദേശം. നിങ്ങളെല്ലാവരും അവരവരുടെ വീടുകളുടെയും വീട്ടംഗങ്ങളുടെയും നന്മയ്ക്കും ഭദ്രതയ്ക്കും മാത്രം വേണ്ടി കൂടുതൽ മുൻതൂക്കം കൊടുത്ത് ജീവിക്കുന്നവരാണ്. ആ സമ്പ്രദായത്തിനും ചിന്താഗതിക്കും ഒരു മാറ്റം വന്ന് ഈ ലോകത്തിലുള്ള ചരാചരങ്ങൾക്ക് മുഴുവനും തന്നെ മംഗളകരമായൊരു സ്വാധീനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അതിന് കാശോ പണമോ അല്ല നാം വിനിയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ നിലനിർത്തിപ്പോരുന്നതായ ജീവശക്തിയെ വിനിയോഗിച്ചുകൊണ്ട് ശബ്ദനാളത്തിലൂടെ പുറപ്പെടുവിക്കുന്ന ഈ സംയുക്തമായിരിക്കുന്ന ഓംകാരം ഒരു കൂട്ട തപസ്സായി തീരണമെന്നാണ് ഉദ്ദേശം. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഇവിടെ എത്ര പേർ സന്നിഹിതരായിരിക്കുന്നുവോ അവരെല്ലാവരും നിൽക്കുന്നവർ നിന്നുകൊണ്ടും ഇരിക്കുന്നവർ ഇരുന്നു കൊണ്ടും കണ്ണടയ്ക്കുക, നിവർന്നിരിക്കുക, എൻ്റെ കൂടെ ജപിക്കുക, ആകാവുന്നിടത്തോളം നീട്ടി. സമ്മതിച്ചോ എല്ലാവരും? എന്താ മിണ്ടാത്തെ? ആ സമ്മതിച്ചാൽ നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ട്, ആ കൂട്ടായ ശബ്ദം പുറപ്പെടുന്നുണ്ടോ എന്ന് ആനുപാതികമായിട്ട് എനിക്കറിയാം. ആ ജപം കഴിഞ്ഞിട്ട് നിങ്ങൾ മടിയന്മാരായി എന്ന് പറയിപ്പിക്കരുത്. എല്ലാ സ്ഥലത്തും പറയിപ്പിക്കാറുള്ളത്. അയ്യപ്പ ഭക്തന്മാർക്ക് പ്രത്യേകിച്ചും ശരണം വിളിക്കുക. ആ ശരണത്തിൽ അയ്യപ്പാന്നേ ഉള്ളൂ, സ്വാമിയേ. ഇത് ആവും ഊവും കൂടിയ 3 ഉച്ചാരണങ്ങളെ കൂട്ടിച്ചേർത്ത് മനുഷ്യമുഖത്തിൽ നിന്ന് വരുന്നതായ എല്ലാ ശബ്ദ സമുച്ചയങ്ങളെയും അവ പ്രതിനിധാനം ചെയ്യുന്നതായ അകത്ത് നടക്കുന്നതായ ആശയ രൂപീകരണം, ഇതെല്ലാറ്റിനെയും പ്രതിനിധാനം ചെയ്യുന്ന വിശേഷപ്പെട്ട ഒരു ഉച്ചാരണമാണ്. അതാണ് എല്ലാ വേദമന്ത്രങ്ങൾക്കും മറ്റു മന്ത്രങ്ങൾക്കും മുൻപിൽ ഓംകാരം വളരെ പ്രധാനമായി ചേർക്കുന്നത്. അതുകൊണ്ട് ക്യാൻസറിന് ചികിത്സാരൂപത്തിലും വാർദ്ധക്യത്തിന് അതിനും വേണ്ടിയിട്ടുള്ളത്, ടെൻഷൻ അത് ഒഴിവാക്കാനും പ്രത്യേകിച്ചും നമ്മുടെ ഹൃദയത്തെ ശക്തീകരിക്കാനും വേണ്ടിയുള്ള ഒരു സ്വാധീനമുണ്ട്. വളരെയധികം വിശേഷപ്പെട്ട ഒരു ശബ്ദമാണ്. 3 തവണ ഞാൻ ജപിക്കണു. എല്ലാവരും ഭക്തിഭാവത്തോടുകൂടി
നിവർന്നിരുന്ന് വായ തുറന്ന് മനസ്സ് തുറന്ന് ജപിക്കുക. ഓ പോരാ പോരാ പോരാ, മടിയന്മാരാണ് കൂടുതൽ, ഒക്കെ ഭക്തന്മാരാകും. ഇതാ ഓ പോരല്ലോ, മുഴുവനായില്ല. ഓ ഹരി ഓം തത്സ. ഭക്തജനങ്ങളെ, തട്ടകവാസികളെ, ജ്ഞാന വൈരാഗ്യ ഭക്തി കുതുകികളെ, കുറേ കാലമായി ഇത്തവണ ചെന്നൈ നഗരത്തിൽ പതിവിൻപടി ജ്ഞാനയജ്ഞത്തിന് വരുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ നിന്നും മലയാളികളായിരിക്കുന്ന ഭക്തജനങ്ങളെയും സദസ്യരെയും ജിജ്ഞാസുക്കളെയും ഒന്ന് കാണണം എന്നൊരാവശ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എൻ്റെ മനസ്സിലും തോന്നി. എനിക്കും കൂടി മനസ്സിൽ തോന്നിയ ഒരു അഭിലാഷം തോന്നിയ മാതിരിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുന്നത് ജ്ഞാനയജ്ഞം നടത്താൻ വേണ്ടിയിട്ടാണ്. എന്താ ഈ ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ? നമ്മുടെ വേദങ്ങളിൽ പ്രധാനമായിട്ടുള്ളതാണ് യജ്ഞം, യാഗം എന്ന് പറയുന്ന തപസ്. അതിൽ യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരാർത്ഥമായി ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും യജ്ഞമായി തീരും. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ഈശ്വരന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൃഹം ഭരിക്കുകയാണെങ്കിൽ ആ ഗൃഹഭരണവും യജ്ഞമായി തീരും. എല്ലാ സമയത്തും പുഷ്പങ്ങളും ചന്ദനങ്ങളും തീർത്ഥങ്ങളുമെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന പൂജ മാത്രമാണ് യജ്ഞം എന്ന് വിചാരിക്കരുത്. പൂജ യജ്ഞമാവുന്നത് എന്തുകൊണ്ടാണ്? അത് ഈശ്വരന് വേണ്ടി നടത്തുന്നു എന്നൊരു വിചാരം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. അതേ വിചാരത്തോടും ഭാവത്തോടും കൂടി നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവോ അത് മുഴുവനും യജ്ഞശബ്ദത്തെ അന്വർത്ഥമാക്കുന്നതാണ്. ആ യജ്ഞം പോലെ യാഗം എന്നൊന്നുണ്ട്. ആ യാഗം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അഗ്നി ഒരു കുണ്ടത്തിൽ ജ്വലിപ്പിച്ച് അതിൽ ദഹിച്ചു പോകാവുന്ന സാമഗ്രികൾ, പ്രത്യേകിച്ചും നെയ്യും ഹവിസും അടക്കം പല ദ്രവ്യങ്ങളും അവിടെ അർപ്പിക്കുകയാണ്. അതാത് ദേവതകളെയും ഉദ്ദേശ ലക്ഷ്യങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ട്. അതും ഒരു യാഗമാണ്. അതിനൊക്കെ ദ്രവ്യയജ്ഞം എന്നാണ് പറയുക. എന്താ ഈ ദ്രവ്യയജ്ഞം? ദ്രവ്യം ഉപയോഗിച്ച്, എന്താ ഈ ദ്രവ്യം? നമ്മുടെ ശരീരത്തിൽ നിന്ന് അന്യമായി ഭൂലോകത്ത് വളരുന്ന പദാർത്ഥങ്ങൾ പലതും, അതിലേതെങ്കിലും ചിലതോ പലതും എടുത്ത് മന്ത്രതന്ത്രങ്ങളോടുകൂടി നാം അഗ്നിയിൽ സമർപ്പിക്കുകയാണ്. അത് ദ്രവ്യയജ്ഞമാണ്. ഈ ദ്രവ്യയജ്ഞത്തേക്കാൾ എത്രയോ വിശേഷപ്പെട്ടതാണ് വാസ്തവത്തിൽ ജ്ഞാനയജ്ഞം. പലരും ഈ ജ്ഞാനയജ്ഞം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് അർത്ഥം ശരിക്ക് പറയാറില്ല. ഭാരതത്തിൽ തന്നെ ജ്ഞാനയജ്ഞം എന്നൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഡിസ്കോഴ്സസ്, ഈ തത്വപ്രവചന പരമ്പര നടത്തുന്ന സമയത്ത് ഒരു ജ്ഞാനയജ്ഞമാണെന്ന് പറഞ്ഞ് ആദ്യമായി അനൗൺസ് ചെയ്തതും പ്രഖ്യാപിച്ചതും ഭൂമാനന്ദ സ്വാമിയായിരുന്നു. ചിന്മയാനന്ദ സ്വാമി ഗീതായജ്ഞം പറഞ്ഞു തുടങ്ങി. ഗീത കൊണ്ടുള്ള യജ്ഞമല്ല, ജ്ഞാനയജ്ഞമാണ്. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത് ഇതാണ്: ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ദ്രവ്യയജ്ഞം എന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ. അതിനേക്കാൾ വളരെ വിശേഷപ്പെട്ടതും ശ്രേയസ്കരവുമാണ് ജ്ഞാനയജ്ഞം. എല്ലാ പ്രവൃത്തികളും ചെന്ന് അവസാനിക്കുന്നത് അവസാനത്തിൽ ജ്ഞാനത്തിലാണ്. അത് ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. ഇവിടെ 80-84 വയസ്സായിട്ടുള്ളവരുണ്ട് ഈ സദസ്സിൽ. അവരോടിപ്പോൾ ചോദിച്ചാൽ വലിയ ദശാബ്ദങ്ങളൊക്കെ അവർ പിന്നിട്ടിട്ടുണ്ട്. അവസാനം അവരുടെ കയ്യിലുള്ളത് എന്താ? ഞാൻ നല്ല പോലെ ജീവിച്ചു, ഒരു കുടുംബത്തിൻ്റെ അധിപനായി,
വളർത്തി പേരക്കുട്ടികളും പൗത്രന്മാർക്ക് പുത്രന്മാരുമൊക്കെ ആയി ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി എനിക്ക് പോകാൻ തയ്യാറാണ് എന്നുള്ള ഒരു അറിവും സംതൃപ്തിയുമാണ് മനസ്സിൽ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം നേടിയെടുക്കാൻ നാം വിനിയോഗിക്കുന്നതായ നമ്മുടെ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിന് ഇവിടെ വിട്ടുകൊണ്ടാണ് നാം പോകുന്നത്. ഇവിടെ കൊണ്ടുപോകാനൊന്നുമില്ല, ഒക്കെ ഇവിടെ വിടാനേ ഉള്ളൂ. അതുകൊണ്ടാണ് നാം വീട്ടിൽ താമസിക്കുന്നത്. വീട് സദാ നമ്മെ പഠിപ്പിക്കുന്നത്, എടോ മനുഷ്യ, ഗൃഹാധിവാസിയായി താൻ ജീവിക്കുന്നുണ്ടല്ലോ, ഈ വീട് തനിക്ക് വിടാനുള്ളതാണ്, കൊണ്ടുപോകാനുള്ളതല്ല. നല്ലൊരു വീട് കെട്ടി നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ആ താമസിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട അധികാരം, അതിനുള്ള അർഹത, അതിനുള്ള യോഗ്യത, അതിനുള്ള പക്വത, അതിനുള്ള പാകം വരണമെങ്കിൽ വിടാനുള്ള മനസ്ഥിതിയും അതിനുള്ള തയ്യാറുമുണ്ടാവണം. നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ, എന്തൊക്കെ വേണമെങ്കിൽ ഗ്രഹിച്ചോളൂ, എന്തൊക്കെ വേണമെങ്കിൽ പിടിച്ചു പൊത്തിക്കോളൂ. അത് അറിവാകട്ടെ, മുതലാകട്ടെ, വസ്തുവകളാകട്ടെ, കുടുംബാംഗങ്ങളാകട്ടെ, സ്നേഹിതന്മാരാകട്ടെ, എല്ലാറ്റിനെയും ഗ്രഹിക്കുന്ന സമയത്ത് ത്യജിക്കാൻ തയ്യാറായിരിക്കണം. ശ്രീരാമൻ എന്താ ചെയ്തത്? അവസാനത്തെ നിമിഷം ബ്രഹ്മാവ് ശ്രീരാമനെ കാണാൻ വന്ന സമയത്ത്, എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംവാദമുണ്ട് അങ്ങയുമായി നടത്താൻ. ആ നടത്തുന്ന സമയത്ത് ഒരൊറ്റ ആളവിടെ ഇടയിൽ വന്ന് പോകരുത്, അതിനൊരാളെ കാവൽ നിർത്തണം, അതിന് ലക്ഷ്മണനെ തന്നെ നിർത്തുക. ആരെങ്കിലും ഒരാൾ കടന്നു വന്നു എന്നുണ്ടെങ്കിൽ ആ കടന്നു വരാൻ സമ്മതം കൊടുത്താൽ ആ ആളുടെ കഴുത്ത്, എന്ന് വെച്ചാൽ ലക്ഷ്മണൻ്റെ കഴുത്ത് മുറിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ബ്രഹ്മാവ് വന്നത്. ആ ബ്രഹ്മാവ് വന്ന് ശ്രീരാമൻ്റെ അടുത്ത്, അങ്ങയുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം പരിസമാപിച്ചു കഴിഞ്ഞു മഹാപ്രഭോ, അതുകൊണ്ട് അങ്ങയ്ക്ക് തിരിച്ചു വരാറായി എന്ന് പറഞ്ഞ് ആ ഒരു നിവേദനം സമർപ്പിക്കുന്ന സമയത്താണ് ദുർവാസാ മഹർഷി ഓടി അവിടെ എത്തി. അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ എത്തുമല്ലോ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് രാമനെ ഇപ്പം കാണണം. അതെ, ഇപ്പം കാണാൻ പറ്റില്ല, അവിടെ ഒരു വലിയ ഇൻ്റർവ്യൂ നടത്തുക, അതൊക്കെ പറഞ്ഞാൽ പറ്റില്ല, ഇപ്പം തന്നെ എനിക്ക് കാണണം. എന്നെ കാണാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ അയോധ്യയും നിങ്ങളെയും ഒക്കെ ശപിച്ചു കളയും എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ തീരുമാനിച്ചു, എൻ്റെ കഴുത്ത് പോയാലും വിരോധമില്ല, അയോധ്യ വേണ്ടതുപോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ദുർവാസാ മഹർഷി അകത്തേക്ക് കടത്തിവിട്ടു. എന്താ അവിടെ പറഞ്ഞേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്കൊന്ന് ഊണ് കിട്ടണം, ഇതാണ് അങ്ങോട്ടൊരാവശ്യം. അതിനിപ്പോൾ രാമനെ കാണേണ്ട ആവശ്യമുണ്ടോ? അയോധ്യയിലില്ല. അത് കഴിഞ്ഞ് ദുർവാസാ മഹർഷി പോയപ്പോൾ വലിയൊരു പ്രശ്നം. എന്താ പ്രശ്നം? ദുർവാസാ മഹർഷി പോയി, ബ്രഹ്മാവും പോയതിന് ശേഷം ഇനിയിപ്പോൾ വേണ്ടത് എന്താ? ലക്ഷ്മണൻ്റെ കഴുത്തെടുക്കണം. വസിഷ്ഠ മഹർഷിയും എല്ലാവരും കൂടി ആലോചിച്ചു, എന്താ വേണ്ടേ? ഇതൊരു പ്രതിജ്ഞയാണ്, അതുകൊണ്ട് ലക്ഷ്മണൻ്റെ കഴുത്ത് വെട്ടാതെ നിവൃത്തിയില്ല. പക്ഷേ ലക്ഷ്മണൻ കണ്ണിലുണ്ണിയാണ്, സഹോദരനാണ്, ഒരപരാധവും ചെയ്തിട്ടില്ല. ദുർവാസാ മഹർഷിയെ കടത്തിവിട്ടത് തന്നെ അയോധ്യയെ പരിരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരാളുടെ കഴുത്ത് എങ്ങനെയാണ് വെട്ടുക? അതുകൊണ്ട് രാമ ഒരു കാര്യം ചെയ്യുക, വധിക്കലും ഉപേക്ഷിക്കലും ഒരുപോലെയാണ്, അതുകൊണ്ട് ലക്ഷ്മണനെ ഉപേക്ഷിച്ച് കളയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ പോയി, ശ്രീരാമൻ പിന്നാലെയും പോയി. എന്തിനാ ഞാൻ ഇത് കഥ പറഞ്ഞത്? അവസാനം നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ ചെയ്യാനുള്ളത് എന്താ? ഇവിടെ ഇരിക്കേ, തങ്ങേ, അതോ ഇത് വിടേ? എന്താ മിണ്ടാത്തേ? എന്താ നിങ്ങൾ മിണ്ടാത്തേ? ഇത് വിടാനുള്ളതാണ്. ഇവിടെ മുഴുവനും എല്ലാം തന്നെ വിടാനുള്ളതാണ്. നാം ഭക്ഷണം കഴിച്ച് ഉണ്ടാക്കി തീർക്കുന്നതായ എനർജി ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ ശക്തി, അതിൽ ഓരോ സെല്ലും നാം പ്രവൃത്തിയിലൂടെ നശിപ്പിച്ച് ഉപേക്ഷിച്ച് ഇല്ലാതെയാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് വിവേകികളായിരിക്കുന്ന ധന്യാത്മാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകം നാം അധിവസിച്ച് അവസാനം പോകാനുള്ളതാണ്. ഇവിടെ തങ്ങിയവർ ലോകത്തിൽ ഒരൊറ്റ ആളില്ല. ഏതാണ്ട് ദശാബ്ദങ്ങൾ നാം ഇവിടെ തങ്ങി നിൽക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളും മക്കളുടെ മക്കളും തന്നെ പറയും, ഇനി അച്ഛനും അമ്മയും പോവാ നല്ലതെന്ന്. അപ്പോൾ എല്ലാം വിടാനുള്ളതാണ് ഇവിടെ. ഇത് നല്ല പോലെ മനസ്സിലാക്കണം എല്ലാവരും. വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ജ്ഞാനയജ്ഞം എന്ന് ഞാൻ പറഞ്ഞുവല്ലോ, ദ്രവ്യയജ്ഞം ഒരു ഭാഗത്ത്, ആ ദ്രവ്യയജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. എന്താണ് ഈ ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ? അതിനെ യജ്ഞം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു പ്രവക്താവ് നിങ്ങളുടെ അടുത്ത് തത്വങ്ങൾ പ്രതിപാദിക്കുന്നു. ആ പ്രതിപാദിക്കുന്ന സമയത്ത് ഈ ശബ്ദം മുഴുവനും ഒരു എനർജി, ഒരു ഊർജ്ജമാണ്. ശരീരത്തിൽ നിന്നാണത് വരുന്നത്. ആശയങ്ങൾ ഉദിക്കുന്നത് മസ്തിഷ്കത്തിലും ഹൃദയത്തിലുമാണ്. ആ ആശയങ്ങളെ മുഴുവൻ ശബ്ദരൂപത്തിൽ പെടുത്തി, ശബ്ദരൂപത്തിലാക്കി ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിൽ തൊടുത്തു വിടുന്നതാണ് നമ്മുടെ നാവും ബാക്കിയുള്ള ശബ്ദനാളത്തിലുള്ള ഓരോരോ അംഗങ്ങളും. അങ്ങനെ ആ ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ശ്രോതാക്കളുടെ ചെവികളാണ്, ആ കർണപുടങ്ങളാണ് ജ്വലിക്കുന്ന അഗ്നിയായി അവിടെ നിലനിൽക്കുന്നത്.
പ്രവക്താവിൻ്റെ ശബ്ദമാണ് അവിടെ കൊടുക്കുന്നതായ ദ്രവ്യം. അത് കേട്ടുടനെ എന്തുണ്ടാവണു? അഗ്നിയിൽ എന്തെങ്കിലും ഹോമിച്ചാൽ ആ ഹോമദ്രവ്യങ്ങൾ മുഴുവനും വെണ്ണീറായിത്തീരും. അതിൻ്റെ ഫലമോ എപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. മിക്കവാറും ഫലങ്ങൾ മുഴുവൻ നാം ശരീരം വിട്ടതിന് ശേഷം പിൽക്കാലത്ത് വരണു എന്നാണ് പറയുന്നത്. അപ്പോൾ പിൽക്കാലത്ത് പറഞ്ഞാൽ എപ്പോഴാണ്? മരിച്ചതിന് ശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? എന്താ മിണ്ടാതെ? ആരെങ്കിലും ഒരാൾക്ക് കിട്ടി എന്ന് പറയാൻ പറ്റുമോ? സ്വർഗത്തിന് വേണ്ടി ജ്യോതിഷ്ഠോമം എന്ന് പറയുന്ന യാഗം നടത്തി, ഞാൻ നടത്തി, ജ്യോതിഷ്ഠോമം ഭംഗിയായി നടത്തി, ഋത്വിക്കുകളെല്ലാം വന്ന് തലകുലിക്ക് സമ്മതിച്ചു, അവർക്കെല്ലാം സമ്മാനവും കൊടുത്തു, ഫലം ശരിയാണെന്ന്. പക്ഷേ ഈ യജമാനന് ഫലം കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒക്കെ അപ്രത്യക്ഷങ്ങളും അനിശ്ചിതങ്ങളുമാണ്. നേരെ മറിച്ച് ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ ഫലമാകട്ടെ സദ്യ, പെട്ടെന്ന്, അപ്പോഴാണ്. ഓരോ വാക്കും പറയുന്ന സമയത്ത് വേണ്ടതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന സമയത്ത് കർണപുടങ്ങൾ വരെയാണത് ശബ്ദം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ആ കർണപുടങ്ങൾ അവിടം വരെ മാത്രമേ അത് ശബ്ദമായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ദിവ്യമായിരിക്കുന്ന ഒരു സ്പന്ദനാത്മകമായ പരിണാമമായിട്ടാണ് മനസ്സിൽ ചെന്ന് തട്ടി അലിഞ്ഞങ്ങോട്ട് ചേരുന്നത്. അപ്പോൾ ഓരോ ശബ്ദവും ആവിഷ്കരിക്കുന്നതും അത് വഹിച്ചു കൊണ്ടുവരുന്നതുമായ ആശയമാണെങ്കിൽ ആശയം, ജ്ഞാനമാണെങ്കിൽ ജ്ഞാനം, ഭാവമാണെങ്കിൽ ഭാവം, ഭക്തിയാണെങ്കിൽ ഭക്തി, ജ്ഞാനമാണെങ്കിൽ ജ്ഞാനം, വൈരാഗ്യമാണെങ്കിൽ വൈരാഗ്യം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു കുപ്പിയുടെ ഉള്ളിൽ വെള്ളം ഒഴിച്ച മാതിരി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. ആ ജ്ഞാനയജ്ഞമാണ് ഏറ്റവും വിശേഷപ്പെട്ടത് ദ്രവ്യയജ്ഞത്തേക്കാൾ. ഇങ്ങനെയുള്ള ജ്ഞാനയജ്ഞങ്ങൾ ദേവസന്നിധികളിൽ വെച്ച് എത്ര നടത്തുന്നുവോ അത്രത്തോളമാണ് ഈ ദേവസന്നിധികൾക്ക് ചൈതന്യം കൂടി വരിക. ഒരു ക്ഷേത്രത്തിന് ചൈതന്യം വേണമെങ്കിൽ നിത്യപൂജ നടത്തണം. നിത്യപൂജ എപ്പോഴാണ് നടത്തുക? ഒരു വിഗ്രഹം അവിടെ വേണ്ടതുപോലെ പ്രതിഷ്ഠിക്കപ്പെട്ടാൽ, വിഗ്രഹം കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ മറ്റുള്ള ലോഹങ്ങളോ മരം കൊണ്ടോ ഉണ്ടാക്കിയ വിഗ്രഹം, ആ വിഗ്രഹത്തിന് ദേവചൈതന്യം എങ്ങനെയാണ് വരുന്നത്? മനുഷ്യൻ്റെ മനസ്സ് വൈദികം താന്ത്രികവുമായിരിക്കുന്ന ചടങ്ങുകളിലൂടെ ആ പൂജാരിമാരോ തന്ത്രിമാരോ എല്ലാവരും കൂടി അവരുടെ സങ്കല്പത്തിലൂടെ, അവരുടെ ഭാവനാദീപ്തിയിലൂടെ ആ കല്ലിനോ വിഗ്രഹത്തിനോ പല വിധത്തിലുള്ളതായ ചൈതന്യം അവരോധിക്കുകയാണത്. മനുഷ്യ മനസ്സ് രചിച്ച് കല്ലിൽ ആവാഹിച്ചും അവരോധിച്ചും വരുമ്പോഴാണ് ദാ ഈ കല്ലിതാ ദൈവമായി, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ആരാധിക്കാം, വണങ്ങിക്കോളൂ, ബഹുമാനിച്ചോളൂ, ആദരവ് സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞങ്ങോട്ട് പോവാണ്. ആ പ്രതിഷ്ഠിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളതായ ചൈതന്യവും അനുഗ്രഹശക്തിയും സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് പണമെടുത്താൽ കുറയുന്നത് മാതിരി കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് 12 കൊല്ലം കഴിഞ്ഞാൽ അവിടെ ഒരു നവീകരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് നടത്തുന്നത്. 11 ദിവസമാണ് നല്ല പോലെ നടത്തുകയാണെങ്കിൽ. അപ്പോൾ ആ ബിംബത്തിന് നഷ്ടപ്പെട്ടു പോയതായ അനുഗ്രഹശക്തിയും തേമാനം വന്നു പോയതായ ചൈതന്യവും പുനഃസ്ഥാപിച്ച് അതിനെ കൂടുതൽ അനുഗ്രഹശക്തി വർദ്ധിപ്പിക്കാനും ചൈതന്യസ്ഫൂർത്തി വരാനും വേണ്ടിയാണ് ഈ നവീകരണ ചടങ്ങ് നടത്തുന്നത്. അങ്ങനെ നവീകരണം വളരെ അത്യാവശ്യമാണ്. 12 കൊല്ലത്തിലൊരിക്കൽ നിത്യപൂജ. ആ നിത്യപൂജ കൊണ്ട് വലിയ കാര്യമുണ്ടായി എന്ന് പറഞ്ഞുകൂടാ. തന്ത്രിമാർ തന്നെ പ്രതിഷ്ഠിച്ച തന്ത്രി തന്നെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ആചാര്യ തപസ് എന്ന് പറയുന്ന ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അവിടെ പ്രധാനപ്പെട്ട പൂജ നടത്താൻ. സാധാരണ നിത്യപൂജ നടത്തുന്ന ഒരു പൂജാരി ഉണ്ടാവും, അവർക്കതിനുള്ള സമയം കിട്ടില്ല. വരുന്നവരെയൊക്കെ ശുശ്രൂഷിക്കണം, അവർക്ക് പ്രസാദം കൊടുക്കുകയൊക്കെ വേണം. തന്ത്രിക്ക് ഒരു അല്ലലും അലട്ടുമില്ലാതെ അവിടെ കണ്ണടച്ചിരുന്ന് തപസ് രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന് എന്തു വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയുള്ള ഒരു തപസ് ഈ വിഗ്രഹത്തിന് ആവശ്യമാണ്. മാത്രമല്ല ആണ്ടിൽ 1-2 തവണയെങ്കിലും വിശേഷങ്ങൾ, ദൃശ്യശ്രവ്യ കലകളോട് കൂടിയിട്ടുള്ളതായ വിശേഷങ്ങൾ അവിടെ നടത്തണം, അതും ആവശ്യമാണ്. ഇതിലൊക്കെ പ്രധാനമാണ് അന്നദാനം. അന്നദാനത്തേക്കാൾ വിശേഷപ്പെട്ടതാണ് ജ്ഞാനദാനം. എന്താണ് ക്ഷേത്രം, എന്താണ് വിഗ്രഹം, എന്താണ് പ്രതിഷ്ഠ? ആരാധന എന്ന് പറയുന്നത് എന്ത്? ഈ ആരാധന വിഗ്രഹത്തിന് വേണ്ടി ആരാധിക്കപ്പെടുന്ന ദൈവത്തിന് വണ്ണം കൂട്ടാനാണോ, അതോ ആരാധകൻ്റെ മനസ്സ് ദിവ്യമായി ആ തേജസ്സും സ്ഫൂർത്തിയും അനുഗ്രഹവും മംഗളവും ഒക്കെ നിറയാനാണോ? ആരാധനയുടെ ലക്ഷ്യം ആരാധ്യമായിരിക്കുന്ന ദൈവമോ അതോ ആരാധകനായിരിക്കുന്ന ഭക്തനോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഇടയിൽ ഈശ്വര വിശ്വാസം കുറഞ്ഞു വരികയാണ്. എന്താ കാരണം? ഈശ്വരൻ എന്ത്, വിശ്വാസം എന്ത്, വിശ്വാസി ആര്, ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം, എവിടെയാണ് നേട്ടം, എങ്ങനെയാണ് നേട്ടം, ആ നേട്ടം എന്തിനു വേണ്ടി, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതെല്ലാം വെളിപ്പെടുത്തുന്നതാണ് ഈ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. ആ ജ്ഞാനയജ്ഞത്തിന് ഞാൻ ഇവിടെ വരാറുണ്ട്. ഞാൻ ആദ്യമായി
ഈ മദ്രാസ് നഗരം സന്ദർശിച്ചത് 1960-ലാണ്. ടി നഗറിലുള്ള കൃഷ്ണഗാന സഭ ഹാളിൽ ഒരു 1500 പേരെന്ന് കേട്ടുകൊണ്ടിരുന്നു. തമിഴിലാണ് സംസാരിച്ചത് 14 ദിവസം ഭഗവത്ഗീത. അങ്ങനെയാണ്. അതിനുശേഷം ഞാൻ പലപ്പോഴും മദ്രാസിൽ വന്ന് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് വരൽ ഇടയ്ക്കിടയ്ക്ക് കുറവാണ്. ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായി 2-3 ദിവസമെങ്കിലും സംസാരിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ മലയാളത്തിൽ ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശ്രീമാൻ ഗോപാലകൃഷ്ണൻ വിളിച്ചപ്പോൾ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞത്. ഞാൻ വരിക എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി വന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി നടത്തിയെന്ന്. അല്ലാണ്ട് ഇതിന് വേണ്ടി ഞാൻ വരാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇത്തവണ 2-3 ദിവസം അതിന് വേണ്ടി കൂടുതലെടുത്ത് വന്നിരിക്കുകയാണ്. സാധാരണ ഞാൻ അങ്ങനെയൊക്കെ പോയി പ്ലാറ്റ്ഫോമിൽ കയറി ലെക്ചർ ചെയ്യാൻ ഒരു വലിയ താല്പര്യമുള്ള ആളല്ല. ഞാൻ തന്നെ പറയാറുണ്ട്, നിങ്ങൾ എന്നെ വിളിക്കരുത് കേട്ടോ എന്ന്. ശ്രദ്ധാലുക്കളായിരിക്കുന്ന ആളുകൾ വേണം, കേൾക്കണം, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ പിന്നെ ഈ ഏഷ്യാനെറ്റിലുള്ള സംപ്രേഷണം മുക്തിസുധാകരൻ നടക്കുന്നത് കൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ എന്നോട് പറഞ്ഞത് 40 ലക്ഷത്തിലേറെ കേൾക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അത്രയും ആൾക്കാർ പലപ്പോഴും വന്നാൽ കണ്ടാൽ കൊള്ളാമെന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഇഷ്ടമാണ്, അവർക്കും ഇഷ്ടമാണ്. അവർ ഒറ്റയ്ക്ക് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കൊരു ഗുണമുള്ളത് എന്നും നിങ്ങൾക്ക് സ്വാമിജിയെ കാണാം. എനിക്ക് ഒരു ദിവസവും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പട്ടി കിടക്കുക ഈ കാര്യത്തിൽ. അത് വിചാരിച്ച് വന്നതാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വന്നിവിടെ ചുറ്റും നടന്നു. സ്വല്പം സമയം ഈ ക്ഷേത്രം, ഈ ദേവസന്നിധിയിൽ ചെലവ് ചെയ്തു. എനിക്ക് കണ്ടിട്ട് തോന്നിയത് വളരെ നല്ല ഒരു ദിവ്യ സന്നിധിയാണിത്. വെരി ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് വേണ്ടതുപോലെ നടത്തി കൊണ്ടുപോകണമെങ്കിൽ അതിന് നല്ല വിവേകം വേണം. ശാസ്ത്രബോധം സ്വയം ഇല്ലെങ്കിലും ഉള്ളവരോട് സമീപിച്ചത് മനസ്സിലാക്കുകയൊക്കെ വേണം. ഒരു പൊതുദേവഗൃഹമാണ് ക്ഷേത്രം. അതിൽ എന്ത് കൈവയ്ക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം കൈവയ്ക്കാൻ. ക്ഷേത്രം നടത്തുന്നത് തെറ്റിപ്പോയാൽ ആ നടത്തിയവർക്കൊക്കെ ഉദരവ്യാധി, മഹാവ്യാധി, ശിരോവ്യാധി ഇതൊക്കെ വരും. അനവധി ക്ഷേത്രം മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെയുള്ളതൊക്കെ കാണാം. കഴകക്കാരുടെ വീട്ടിൽ കാണാം. എന്താ, ദേവൻ്റെ സ്വത്ത് കുറേ കഴിഞ്ഞാൽ തിരിച്ചൊക്കെ മാന്തണം എന്നൊക്കെ തോന്നും. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഏറ്റെടുക്കാതെ ഇരിക്കുക നല്ലത്. ഏറ്റെടുക്കുകയാണെങ്കിലോ ആ ദേവവസ്തു എന്ന് പറഞ്ഞാൽ ദേവസ്വം, അതുമാതിരി ബ്രഹ്മസ്വം, ഇത് രണ്ടും വളരെ വിശേഷപ്പെട്ട രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. അതിനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു വലിയ മഹാക്ഷേത്രമാകും. അതിന് കൂടുതൽ സ്ഥലവും സൗകര്യമൊക്കെ വേണം. ഇപ്പോൾ ഉള്ളതൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഞാൻ നിങ്ങളോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭക്തിയുടെ മേന്മയും മഹത്വവും എന്നുള്ള ശീർഷകമാണ്. ഭക്തി എന്ന് പറയുന്നത് പലർക്കുമുണ്ട്. നമ്മുടെ ഭാരതഭൂമിയിൽ, പുണ്യമായിരിക്കുന്ന ഈ ഭാരതഭൂമിയിൽ എത്ര ക്ഷേത്രമുണ്ടെന്ന് എനിക്ക് പറയാനറിയില്ല. ബഹുസഹസ്രം, ലക്ഷോപലക്ഷം ക്ഷേത്രങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞാലോ കോടാനുകോടി ഭക്തജനങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ ഭക്തിയുടെ ഒരു കുറവില്ല, ദേവസന്നിധികൾക്കും ഒരു കുറവില്ല. നമ്മുടെ ഹിന്ദുമതമോ ഹൈന്ദവ ധർമ്മമോ നിലനിൽക്കുന്നത് ഞാൻ തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്നു. ഒരു വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, 1000 വായ കൊണ്ട് 10,000 സ്ഥലങ്ങളിൽ നിന്ന് ഇടിമുഴക്കം പോലെ പറയേണ്ടതാണ് ഈ കാര്യം. നമ്മുടെ ഹൈന്ദവധർമ്മം ഇന്ന് വരെ നിലനിന്നിട്ടുള്ളത് ഒരൊറ്റ ആളുടെ തീട്ടൂരം കൊണ്ടല്ല. ഇവിടെയുള്ള ദേവസന്നിധികൾ, ക്ഷേത്രങ്ങളാണ് ഇതിൽ പ്രധാനമായ പങ്കുവഹിക്കുന്നത്. 1000 ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ വരെ തീർത്ഥാടനത്തിനും ക്ഷേത്ര സങ്കേതങ്ങളിലും ചെല്ലാറുണ്ട്. പക്ഷേ നാം അവിടെ ചെല്ലുന്നത് മിണ്ടാത്ത ഒരു ദൈവത്തിനെ കാണാനാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങളൊക്കെ അവിടെ ഇറക്കാം. നിങ്ങളുടെ ആവലാദികളും വിഷമങ്ങളുമൊക്കെ ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ പറയാൻ പറ്റാത്തത് സ്നേഹിച്ച് കല്യാണം കഴിക്കും. ഇന്നാളൊരാൾ വന്ന ആശ്രമത്തിൽ പറയുമായിരുന്നു കുറച്ച് വിഷമമൊക്കെ. അപ്പം നിങ്ങൾ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്? അത് സ്വാമിജി അപ്പോഴല്ലേ, അത് അപ്പോഴല്ലേ. ഇപ്പോൾ സമ്പ്രദായമൊക്കെ മാറിയാ. അവർ ദീക്ഷ വേണമെന്ന് പറഞ്ഞ് ആശ്രമത്തിലേക്ക് വന്നു. ഒരു ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഭർത്താവ് എങ്ങനെയാണ്? ഭർത്താവിനൊന്നും ഇതിൽ താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ സ്നേഹകല്യാണമല്ലേ? എനിക്ക് സ്നേഹമുള്ള ഒരു പെൺകുട്ടിക്ക് എന്ത് താല്പര്യമുണ്ടോ അത് എനിക്കും താല്പര്യം ഉണ്ടെങ്കിൽ സ്നേഹം ഒന്നും കൂടി കണക്കില്ല അവിടെ. ആ ബുദ്ധി പോലും ഭർത്താക്കന്മാർക്കില്ല. എൻ്റെ ഭാര്യ ഇഷ്ടപ്പെടുന്ന സംഗതി ഞാനും ഇഷ്ടപ്പെട്ടാൽ ഭാര്യയ്ക്ക് എന്നിലുള്ള ഇഷ്ടം കൂടുന്നുള്ളത് വെറും 2, 3, 5 കണക്കാണ്. അതുപോലും അവർക്കറിയില്ല. എന്താ ചെയ്യുക? അപ്പോൾ എന്താ ഇവരുടെ അറിവ് എന്നുള്ളത് മനസ്സിലാക്കണില്ല. എന്തായാലും നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കതിനൊരു പെർമിഷനൊക്കെ വേണം എന്ന് പറഞ്ഞ് ഭർത്താവിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ചു. നല്ലപോലെ ഭർത്താവ് സംസാരിക്കുകയും ചെയ്തു. ഞാനിത് എന്തിനാ പറഞ്ഞത്? നിങ്ങളൊക്കെ കല്യാണം കഴിക്കും, സന്തോഷമായിട്ടിരിക്കും, എല്ലാവരെയും വിളിക്കും, നല്ല സദ്യയൊക്കെ കൊടുക്കും, നല്ല കാശൊക്കെ ചിലവാകും. അതൊക്കെ ആയാലും കല്യാണം കഴിച്ച് സദ്യയൊക്കെ കൊണ്ട് അവർ പോവും. നിങ്ങളാണോ ഒന്നിച്ച് ജീവിക്കുക. ആ ജീവിക്കുന്ന സമയത്ത് കുട്ടികളായി ഓരോന്നാടുമ്പോൾ ഈ വീട് തന്നെ സംഘർഷപൂരിതമാവും. ആ സംഘർഷം ഒഴിവാവണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു ദേവസന്നിധിയിൽ ചെന്ന് ഗൃഹാംഗങ്ങളെയും ഗൃഹാന്തരീക്ഷവും ഒക്കെ വിട്ട്
അവിടെ ചെന്ന് ആ കർപ്പൂരം, ചന്ദനത്തിരി മുതലായിട്ടുള്ള സംഗതികളൊക്കെ കണ്ട് ഇപ്പം അവിടെ ഗർഭഗൃഹത്തിലേക്ക് നോക്കിയപ്പോൾ എന്താ, മുത്തു പോലെയുള്ള നെയ്വിളക്ക് അവിടെ കത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സംഗതി നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. ആ പ്രകാശം കാണുമ്പോൾ തന്നെ മനസ്സിലൊരു വ്യത്യാസമുണ്ടാവും. അങ്ങനെ ഒരു വ്യത്യാസം വന്ന് നമ്മുടെ മനസ്സിലുള്ള ചുമടൊക്കെ അവിടെ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കില്ല. പിശു 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 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അത് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവാനാണ് ഈ ക്ഷേത്രം. പക്ഷേ അവിടെ അറിവുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്താ കാരണം? ആ തേവര് നിങ്ങളോട് സംസാരിക്കാൻ പോണില്ല. സംസാരിച്ചാൽ അത് തെറ്റുമാണ്. പൂജാരി സംസാരിച്ചാൽ നിങ്ങൾ കേൾക്കൂല. അപ്പോൾ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും, മനസ്സിന് വേണ്ടത് ശാന്തി ഒരളവ് വരെ ദേവഗൃഹത്തിൽ നിന്ന് കിട്ടും. ബുദ്ധിക്ക് വേണ്ട വിജ്ഞാനം, അതിനു വേണ്ട ബാക്കിയുള്ള ഗുണങ്ങൾ, മൂല്യങ്ങൾ, ബാക്കിയുള്ള സമ്പത്തുകളൊക്കെ ഉണ്ടല്ലോ. അതെങ്ങനെയാണ് കിട്ടുക? എളുപ്പത്തിൽ കിട്ടില്ല. അതിനാണ് ഈ ആശ്രമങ്ങൾ. ഈ ആശ്രമങ്ങളിൽ പോകുമ്പോൾ നാം അവിടെയുള്ള ആശ്രമാധിപതിയോ ആരാന്ന് വെച്ചാൽ ആ ആളെ നമസ്കരിച്ച് നമുക്ക് പറയാനുള്ളത് പറയുക. ചോദ്യമാണെങ്കിൽ ചോദ്യം, അന്വേഷണമാണെങ്കിൽ അന്വേഷണം, ഗവേഷണമാണെങ്കിൽ ഗവേഷണം, തിരച്ചിലാണെങ്കിൽ തിരച്ചിൽ, ഇതെന്തോ പറഞ്ഞ് അതിനുള്ള മറുപടി കേൾക്കുക. ഇല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന സത്സംഗത്തിൽ പങ്കെടുക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ആശ്രമത്തിൽ പോയാൽ മാത്രമേ ക്ഷേത്രാരാധന അതിൻ്റെ മറ്റേ സ്റ്റെപ്പിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി അത് പൂർണ്ണമായി തീരാൻ പോകുന്നുള്ളൂ. ഈ 2 കേന്ദ്രങ്ങളാണ് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തെ നിലനിർത്തി പോന്നിട്ടുള്ളത് എന്ന് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. ഈ 2 കേന്ദ്രങ്ങൾക്കും എന്തെങ്കിലും കോട്ടമോ ഊനമോ തകരാറോ വന്നാൽ നമ്മുടെ സമാജം ദുർബലമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് വേണ്ടതുപോലെ നിലനിർത്തുന്നതിൽ ഗൃഹസ്ഥന്മാർക്കാണ് ചുമതല. സന്യാസിമാരെ പെറ്റുണ്ടാക്കുന്നത് ഗൃഹസ്ഥന്മാരാണ്. അവരുടെ അമ്മിഞ്ഞ കുടിച്ച് കിട്ടിയിട്ടുള്ളതായ അധ്യാത്മ പ്രതിപത്തിയോ പ്രവണതയോ വാസനാബലമോ ആണ് ഞങ്ങളെ ഈ മാർഗം പിന്തുടരാനായി പ്രേരിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതും. ഇടക്കാലത്തേക്ക് ഒരു സദ്ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഉപദേശവും ദീക്ഷയും മേടിച്ച് സാധന ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും ഗൃഹസ്ഥന്മാരുടെ മുൻപിലാണ്. ഗൃഹസ്ഥന്മാർ സമുദ്രം പോലെയാണ്. എല്ലാ നദികളും ആശ്രയിക്കുന്നത് സമുദ്രത്തെ എന്ന പോലെ എല്ലാ ആശ്രമങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തെയാണ്. ഈ ചുമതല, ഈ ഒരു ഭാവം ഗൃഹസ്ഥന്മാരായ നിങ്ങൾക്കുണ്ടോ എന്ന് ഭൂമാനന്ദ സ്വാമിജി ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ആൾക്കാർക്ക് ഇതുണ്ടാവില്ല. അനവധി ആൾക്കാരും സന്യാസിമാർക്ക് പൃഷ്ഠം കാണിക്കുന്നവരാണ്. ഒരാശ്രമമുണ്ടെങ്കിൽ അവിടെ ചെല്ലുക, എന്താണ് ആവശ്യം, അവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക, നമുക്ക് വേണ്ട ഉപദേശങ്ങളോ അറിവോ ബാക്കിയുള്ളതോ മേടിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഈ 2 സ്ഥാപനങ്ങളാണ് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തെ നിലനിർത്തി പോരുന്നത്. അതിൽ ഈ ക്ഷേത്രം തന്നെ മനസ്സിലാക്കണം. വടക്കേ ഇന്ത്യയിലൊക്കെ അവർക്ക് കൂടുതൽ അനുഭവങ്ങളാണ്, ഇവിടെയൊക്കെ വളരെ കുറവാണ്. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അന്വർത്ഥമാകണമെങ്കിൽ അവിടെ നിന്ന് ഭക്തിയെയും ഭഗവാനെയും ലോകത്തെയും ജീവനെയും ഈശ്വരനെയും ജീവിതത്തെയും എല്ലാത്തെയും കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് വിജ്ഞാന പ്രബുദ്ധത ഉണ്ടാവാൻ വേണ്ടിയുള്ള ജ്ഞാനയജ്ഞങ്ങൾ അവിടെ നടത്തണം. അതേമാതിരി ഒരു ജ്ഞാനയജ്ഞം നടത്താനാണ് ഞാനിവിടെ വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 2 ദിവസം ഇവിടെയും സംസാരിക്കാം മലയാളത്തിൽ. എന്താ, കേരളത്തിലുള്ളവർക്ക് മലയാളമാണല്ലോ, എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, ഞാനൊരു കേരളീയനാണ്, അതുകൊണ്ട് ഇവിടെ വന്നതാ. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് എല്ലാവരും ധരിച്ചിരിക്കുന്നത് അതൊരു ഭക്തി ഗ്രന്ഥമാണെന്നാണ്. അതൊരു ഭക്തി ഗ്രന്ഥം തന്നെയാണ്. പക്ഷേ 18,000 ശ്ലോകങ്ങളുണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തിൽ. ഈ 18,000 ശ്ലോകം എന്ന് വെച്ചാൽ ഒന്നിൽ 1,00,000-ലേറെ ശബ്ദങ്ങളും പ്രയോഗങ്ങളും അവിടെ കാണും. അതിൽ മുഴുവൻ ഭക്തി 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 എന്ന് 2 അക്ഷരം എഴുതിയിട്ടുള്ളൂ. അതൊക്കെ വാചകങ്ങളാണ്, വാക്യങ്ങളാണ്, ഖണ്ഡികകളാണ്, ലേഖനങ്ങളാണ്, അവതരണങ്ങളാണ്, സംവാദങ്ങളാണ്, ചർച്ചകളാണ്, വിശകലനങ്ങളാണ്, അപഗ്രഥനങ്ങളാണ്. എന്തൊക്കെയാണ് അവിടെ അപഗ്രഥിച്ചിരിക്കുന്നത്? മനുഷ്യ ജീവിതം, വ്യക്തി, അവൻ ജനിച്ചു വളരുന്ന കുടുംബം, കുടുംബങ്ങൾ ഉള്ളടങ്ങുന്ന സമാജം, ആ സമാജം കൂടിച്ചേരുന്ന രാഷ്ട്രം, രാജ്യം, രാജ്യങ്ങൾ കൂടിച്ചേരുന്നതായ ഭൂമണ്ഡലം, ലോകം, ആ ലോകം മുഴുവനും നിലനിൽക്കുന്നതായ വിശ്വം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ മനസ്സ് വികസിക്കുന്നുണ്ടോ? അതോ വീടിൻ്റെ ഭിത്തികളുടെ ഉള്ളിൽ അങ്ങനെ ഇടുങ്ങി കിടന്ന് കരികല്ല് പോലെ കിടക്കണോ? ഒരു വ്യക്തി, കുടുംബം, സമാജം, രാഷ്ട്രം, അങ്ങനെയുള്ള ലോകം, ആ ലോകത്തിന് മുഴുവൻ ഉൾക്കൊള്ളുന്നതായ വിശ്വമണ്ഡലം. മനസ്സങ്ങോട്ട് വികസിക്കട്ടെ. കടുകുമണി പോലെയുള്ളൊരു മനസ്സോടുകൂടി ജീവിക്കുകയാണ് മനുഷ്യരെല്ലാവരും. നാം മൃഗങ്ങളല്ല. മൃഗങ്ങൾ നാം അധിവസിക്കുന്ന ലോകത്തിൽ തന്നെയാണ് അധിവസിക്കുന്നത്.
നാം കാണുന്ന വസ്തുക്കളെ തന്നെയാണ് അവർ കാണുന്നത്, അവയോടുകൂടിയാണ് സമ്പർക്കം പുലർത്തുന്നത്. പക്ഷേ അവരുടെ മസ്തിഷ്കത്തിൽ ആശയ രൂപീകരണമില്ല. ഈ ലോകത്തിനെ കണ്ട് ഇതിൻ്റെ വ്യാപ്തി എത്രയുണ്ട്, ഇതിൻ്റെ അനന്തത എത്രയുണ്ട്, ഇതിൻ്റെ സങ്കീർണത എത്രമാത്രം കാണും, ഇതിൽ മനുഷ്യനുള്ള പങ്കെന്ത്, ഞാൻ ജനിച്ചത് എന്തിന്, തിന്നാനും കുടിക്കാനും ഉറങ്ങാനും പെരുകാനും മാത്രമായിട്ടാണോ മനുഷ്യജന്മം? അതോ ഈ മനുഷ്യജന്മത്തിന് മൃഗജീവിതത്തിനെ അതിശയിക്കുന്നതായ ഒരു ഉദ്ദേശമുണ്ടോ, ഒരു ലക്ഷ്യമുണ്ടോ എന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സ് വികസ്വരമായി തീരണം. ജനിച്ചതൊരു കുടുംബത്തിൽ, ആ കുടുംബത്തിൽ ജനിച്ച വ്യക്തി വികസിച്ച് 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 വിശ്വത്തോളം വികാസമണിയണം. ഈ വികാസമണിയുന്നത് ശരീരത്തിലല്ല. 21-ാം വയസ്സിൽ ശരീരത്തിൻ്റെ വളർച്ച നിന്നു. അതിനുശേഷം വളരാനുള്ളത് ശരീരമല്ല. There is a self-arresting condition biologically which puts a stop to the growth of the body. അത് കഴിഞ്ഞാൽ പിന്നെ വികസിക്കാനുള്ളത് ഇറ്റ് ഈസ് ദ ഇന്നർ പേഴ്സണാലിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ദ ഇമോഷണൽ മൈൻഡ്, ദ തോട്ട്ഫുൾ മൈൻഡ്, ദ റാഷണൽ ഇൻ്റലിജൻസ് ആൻഡ് ദി അസെപ്റ്റിംഗ് ഈഗോ. ഇതാണ് പിന്നെ വളരാനുള്ളത്. ആ മനസ്സിനെ വികസ്വരമാക്കാൻ, ബുദ്ധിയെ സൂക്ഷ്മമാക്കാൻ, പ്രബുദ്ധമാക്കാൻ, അഹങ്കാരത്തിനെ ഉത്കൃഷ്ടമാക്കി തീർക്കാനുള്ള പരിശ്രമം നമ്മുടെ വ്യക്തിത്വത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം അർത്ഥമാകുന്നില്ല. പണയം വയ്ക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു, പൊള്യൂട്ടഡായി എന്നാണ് അർത്ഥം. നമ്മുടെ മനസ്സ് എങ്ങനെ വികസ്വരമാവും? നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് പ്രവർത്തനം നടത്തുന്നത്? കുട്ടികളുടെ മനസ്സ് വികസിക്കാൻ, ബുദ്ധി പ്രബുദ്ധമാകാൻ. ഏത് കുട്ടിയും ഒരു സിറ്റിസനായി, ഒരു നാഗരികനായി തീരുകയാണ്. ഒരു നാഗരികൻ എന്ന് പറഞ്ഞാൽ തൻ്റെ നാട്ടിനും തൻ്റെ രാജ്യത്തിനും അലങ്കാരമാവത്തക്ക വിധത്തിലുള്ള ഒരു പൗരനാകണം. ആ ഒരു പൗരബോധം, ഒരു ദേശീയ ബോധം, ഒരു ഐശ്വരബോധം, ഈശ്വരൻ്റെ പുത്രനാണ് ഞാൻ, ഈശ്വരൻ്റെ പുത്രിയാണ് ഞാൻ എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? എന്തുകൊണ്ട് ഇതുണ്ടാവുന്നില്ല? ഇവിടെ ക്ഷേത്രങ്ങളുടെ കുറവുണ്ടോ? ഭക്തിച്ചടങ്ങുകളുടെ കുറവുണ്ടോ? ഇതൊക്കെ ഉണ്ടായിട്ടും ഭക്തന്മാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് സാഫല്യമുണ്ടോ? ഈശ്വര സാക്ഷാത്കാരം കൈവന്നുവോ? കൈവന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല? ഈശ്വരൻ്റെ നിർദ്ദേശപ്രകാരം ഭക്തൻ ആരാണ്? എന്താണ് ഭക്തൻ്റെ സ്വഭാവം, പെരുമാറ്റം, സമ്പർക്കം? ആ ഭക്തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ എങ്ങനത്തതാവണം? ആദർശം എന്താവണം? എന്താവണം ലക്ഷ്യം? അതെങ്ങനെ സാക്ഷാത്കരിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അന്വേഷണങ്ങളും നമുക്ക് കൂടാതെ കഴിയില്ല. ഈ ചോദ്യങ്ങളും അന്വേഷണങ്ങളും നടത്തുന്നത് നമ്മുടെ ബുദ്ധിതലത്തിലാണ്. സാധാരണ നമ്മുടെ വ്യക്തിത്വത്തിൽ 4 തലത്തിലാണ് പ്രവൃത്തി. ഐന്ദ്രിയ തലം, ദൈഹിക തലം. അതിന് ഒരു ഫലമാണുള്ളത്. വായ കൊണ്ട് എന്തെങ്കിലും ജപിക്കുക, സ്തോത്രം, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് 1000 ഫലമാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ ദൃശ്യമായിട്ടുള്ള തലങ്ങൾ കഴിഞ്ഞു. പിന്നെയുള്ളത് 2 എണ്ണം നമ്മുടെ മനസ്സാണ്. മനസ്സ് മനനം ചെയ്യുന്നു, ബുദ്ധി വിചാരം ചെയ്ത് ആലോചിച്ച് അറിവുണ്ടാക്കി തീർക്കുന്നു. അങ്ങനെ മനസ്തലത്തിലും ബുദ്ധിതലത്തിലുമായി നാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രതിഷ്ഠിച്ച് അവയെ പിന്തുടരുമെങ്കിൽ, അനുധാവനം ചെയ്യുമെങ്കിൽ, അവയെ വേണ്ടതുപോലെ പ്രയോഗിക്കും, വിനിയോഗിക്കും എങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വം ഉൾവികാസത്തിനും ഉൾപൂർണതയ്ക്കും ഉൾമികവിനും നിറവിനും ശക്തമാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? തിന്നും കുടിച്ചും ഇരുന്നാൽ പോരാ. നാം തിന്നുന്നതും കുടിക്കുന്നതും ചിന്തിക്കാനാണ്, ആലോചിക്കാനാണ്, ഗ്രഹിക്കാനാണ്. നമ്മുടെ ഉള്ള പൂർണ്ണ ചന്ദ്രനെ പോലെ ഇരിക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഇതെങ്ങനെ ഉണ്ടാവും? ഈ ദൗത്യം നിർവഹിച്ചു തരുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. വാക്യത്തിന് എന്താ അർത്ഥം? എല്ലാ വിഷയങ്ങളിലുമുള്ള ഗുണദോഷങ്ങളെ വേർതിരിച്ച് വിശകലനം ചെയ്ത് മനുഷ്യബുദ്ധിയെയും മനസ്സിനെയും ഉദ്ബോധിപ്പിക്കുന്നതാണ് ശാസ്ത്രം. വായു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ ശാസ്ത്രമായില്ല. ശാസ്ത്രമാവണമെങ്കിൽ ഓരോ പദത്തിലും ഓരോ വാക്യത്തിലും ആ പറയുന്നത് എന്തുകൊണ്ട്? പൊളി പറയരുത്, സത്യമേ പറയാവൂ എന്ന് പറയുമ്പോൾ പൊളി പറഞ്ഞാൽ എന്താണ് തെറ്റ്? സത്യം പറയേണ്ട ആവശ്യമെന്ത്? സത്യം പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? പൊളി പറഞ്ഞാൽ എന്ത് ദോഷമുണ്ടാവും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ രക്ഷാകർത്താക്കന്മാർക്ക് അത് വല്ലതും ഉണ്ടോ? ഒന്നും അറിയില്ല. അവർ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ബേസിക്കായി അടിസ്ഥാനപരമായിരിക്കുന്ന ധർമ്മകാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അച്ഛാ ഞാൻ എന്തിന് ഭക്തനായിട്ടിരിക്കണം? ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു വാരന്മാർ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, 10-65 വയസ്സായി. ഒരു ദിവസം വന്നു, സ്വാമിജി ആശ്രമത്തിലൊന്ന് താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്തിനാ? എനിക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. അവസാനം അവർ പറയുകയാണ്. എന്താ പറയണേന്നറിയോ? ജനിച്ചത് മുതൽക്ക് ഞങ്ങൾ കഴകക്കാരൊക്കെ ആണല്ലോ, ഈശ്വര സേവ നടത്തുന്നവരാണ്.
അങ്ങനെയൊക്കെ ആയാലും എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, എനിക്കൊരു സഹോദരിയുണ്ട്. ആ സഹോദരി വിവാഹം കഴിച്ചിട്ടില്ല. എപ്പോൾ നോക്കിയാലും പെറുപെറുക്കും. എനിക്ക് മനസ്സിന് വളരെയധികം വിഷമമുണ്ട്, കഷ്ടപ്പാടുണ്ട്. എപ്പോൾ നോക്കിയാലും എൻ്റെ കണ്ണീരെപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മക്കൾ പറയുകയാണത്രേ, അമ്മ ഒരു ഭക്തയാണ്, എപ്പോഴും ഈശ്വരനെ വിളിക്കുന്നു, എന്നാൽ കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഇങ്ങനെ കരയിപ്പിക്കുന്ന ഒരു ഈശ്വരനെ ഞങ്ങൾ വിളിക്കാൻ പോണില്ല, അതുകൊണ്ട് ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കേണ്ട, ഞങ്ങൾ വരില്ല, ഈശ്വരനുമില്ല എന്ന് പറയുക അവരുടെ സങ്കടം. കണ്ണീര് കുറച്ചൊക്കെ ഒന്ന് മാറിയോ, ചിരിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചിരിപ്പിച്ചാൽ ഞാൻ പറഞ്ഞയച്ചത്. നിങ്ങളൊരു 3-4 ദിവസം ഇടയിൽ ഇരിക്കൂ, അപ്പോഴല്ലേ ആലോചിക്കാനും പറയാനും പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ എന്താ നമ്മളൊന്ന് അറിയണ്ടേ? വാസ്തവത്തിൽ മിക്കവാറും നമ്മൾ മണ്ടന്മാരല്ല, മണ്ടന്മാരാ. ആ മരമണ്ടത്തൊക്കെ മാറ്റി നമ്മളെ കുറച്ച് പ്രബുദ്ധത, ഒരു വിജ്ഞത, തത്വജ്ഞത അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രങ്ങൾ മുഴുവനുള്ളത്. അതിൽ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു ഭക്തിശാസ്ത്രമാണെന്ന് നിങ്ങൾ പറയാം. പക്ഷേ അതിനൊരു ഭക്തിശാസ്ത്രമാണെന്ന് എവിടെയും ഭാഗവത കർത്താവ് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമഹംസ്യ സംഹിത, മഹാപുരാണം എന്ന 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാരമഹംസ്യ സംഹിത. കേരളത്തിൽ എത്രയോ സപ്താഹങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ സപ്താഹം ഒരു ഉത്സവം മാതിരി ആയിക്കഴിഞ്ഞു, ഒരു ചടങ്ങായി കഴിഞ്ഞു. ഇപ്പോൾ അവിടെ ഒക്കെ പറയണത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ മഹാപുരാണേ മഹാപുരാണേ. മഹാപുരാണം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശ്രീമദ് ഭാഗവതം ആധാരപരമായി, അടിസ്ഥാനപരമായി ഒരു പാരമഹംസ്യ സംഹിതയാണ്. എന്താ ഈ പാരമഹംസ്യ സംഹിത എന്നുള്ള വാക്കിനർത്ഥം? സംഹിത എന്ന് പറഞ്ഞാൽ ഒരു കോമ്പെൻഡിയം. അത് ചർച്ച ചെയ്യുന്നതായ വിഷയങ്ങളെ ഒരു മുഖ്യധാര, തത്വധാര വെച്ചിട്ടുണ്ടാവും. അതിന് ഉപോദ്ബലകമായും സംബന്ധിതമായും എത്രയെല്ലാം തത്വവിചാരങ്ങളും പദ്ധതികളുമുണ്ടോ അതിനെയെല്ലാം അവതരിപ്പിച്ച് ആ മുഖ്യധാരയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ അവതരിപ്പിക്കുമ്പോഴാണ് സംഹിത എന്നുള്ള പേര് വരുന്നത്. ഒരേ ഒരു കാര്യം, ഇപ്പോൾ ഭക്തി മാത്രം അത് പറഞ്ഞതുകൊണ്ട് ഭാഗവതം ഒരു ശാസ്ത്രമോ ഒരു സംഹിതയോ ആവില്ല. അതിൽ പ്രകൃതി വർണ്ണനയുണ്ട്. ത്രികൂടാചലത്തിനെ പറ്റി വർണ്ണിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം പറയുന്ന മരങ്ങളുടെ പേര് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ ആരും മിണ്ടാത്തെ? എത്ര മരങ്ങളുടെ പേരാ പറയുന്നത്, എത്ര പൂക്കളുടെ പേരാ പറയുന്നത്. ഒരു മഹാകാവ്യമാണത്. ആ കാവ്യത്തിനുള്ള അലങ്കാരങ്ങളും ലക്ഷണങ്ങളും ചിഹ്നങ്ങളും അംഗങ്ങളും ഉപാംഗങ്ങളും ഒക്കെ അതിനുണ്ടാവണം. അങ്ങനെ വിശേഷപ്പെട്ട ഒരു കാവ്യമാണ്. അതെന്താ പാരമഹംസ്യ സംഹിതയായത്? ഒരു പരമഹംസനാണ് അത് എഴുതിയത്. പറഞ്ഞു കൊടുത്തതോ പരമഹംസൻ സ്ക്വയേർഡാ. എന്താ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വേദവ്യാസൻ ഒരു പരമഹംസനാണ്. അത് പറഞ്ഞു കൊടുത്തതോ അവധൂതനായിരിക്കുന്ന ഒരു യുവാവധൂതനായിരിക്കുന്ന ശുഗമുനി. വേദവ്യാസരെ കവച്ചു വയ്ക്കുന്ന ആൾ സ്ക്വയേർഡാണ്. കേട്ടതോ പരീക്ഷിത്ത്. 7-ാം ദിവസം കേട്ട് കഴിഞ്ഞിട്ടോ പരീക്ഷിത്തും പരമഹംസനായി. ഇതെന്താ സ്വാമിജി ഇങ്ങനെ? അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അത്. അതിലൊട്ടും കുറവില്ല. എന്താ കാരണം പറയാം. ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നം. ആ അരയന്നത്തിന് വിശേഷപ്പെട്ട ഒരു ശക്തിയുണ്ട്. 1 ലിറ്റർ പാല് 100 ലിറ്റർ വെള്ളത്തിൽ വെച്ചങ്ങോട്ട് കൊടുത്താൽ അരയന്നം അങ്ങനെ മഹാപാപം ചെയ്തു എന്നൊന്നും പറയില്ല. ഭംഗിയായിട്ട് ആ പാല് മുഴുവനും ഉറിഞ്ചി കൊടുത്ത് വെള്ളം മാക്കി അങ്ങോട്ട് തരും. അങ്ങനെ ശക്തിയുള്ളതാണ്. അതുപോലെയുള്ള ഹംസശക്തിയുള്ളവരാണ് നമ്മളെല്ലാവരും. മനുഷ്യൻ്റെ ജീവൻ. മൃഗങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. പക്ഷേ ആ മൃഗത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല ഈ ലോകം മുഴുവനും ഈശ്വരനിലാണ് നിലനിൽക്കുന്നതെന്ന്. അണുതൊട്ട് കടാഹം വരെ ഉള്ളതിലെല്ലാം തന്നെ ഈശ്വര ചൈതന്യം പരിപൂർണമായി തിങ്ങി നിറഞ്ഞിരിക്കുന്നതു. ഈ ലോകം മുഴുവനും സർവം വിഷ്ണുമയം ജഗത്, സർവം ബ്രഹ്മമയം എന്നുള്ള തത്വം സാക്ഷാത്കരിക്കാൻ മൃഗങ്ങൾക്ക് പറ്റില്ല, മനുഷ്യന് സാധിക്കും. അപ്പം നശ്വരമാണ് ഈ ലോകം. ഈ നശ്വര ലോകം നിലനിൽക്കുന്നത് അനശ്വരമായിരിക്കുന്ന ഒരു അധിഷ്ഠാനത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് സാധിക്കും. ആ അനശ്വരമായിരിക്കുന്ന വസ്തുവാണ് അന്തരാത്മാവ്. അതിനെയാണ് നാം ഞാൻ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ദേഹം മാറുന്നതാണ്, മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, ബുദ്ധിയും അഹങ്കാരവും മാറുന്നു. ലോകവസ്തുക്കളും ചഞ്ചലങ്ങളും ക്ഷണികങ്ങളും നശ്വരങ്ങളുമാണ്. ഇതെല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഏതെങ്കിലും ഒന്ന് നശിക്കാതെ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പകാലം മുതൽക്ക് ഞാൻ പറയാൻ തുടങ്ങിയ ഞാൻ കേട്ടോ നിങ്ങൾ? ഇന്നും നിങ്ങൾ ഞാനാ. ദുഃഖം വരുമ്പോൾ എനിക്ക് ദുഃഖം, അത് കഴിഞ്ഞാൽ എനിക്ക് സുഖം. അവിടെ ഞാൻ എപ്പോഴും നിൽക്കുകയാണ്. ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്ന് പറയുമ്പോഴോ എനിക്ക് സുഖിക്കാനും ദുഃഖിക്കാനും കഴിവുണ്ടെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദുഃഖമില്ലാതെ സുഖം ഉണ്ടാവുമോ? പൊടി പൊടിച്ചു. സുഖം എന്ന് പറഞ്ഞാൽ തന്നെ ദുഃഖത്തിൻ്റെ അവസാനമാണ്.
അപ്പോൾ സുഖമുണ്ടാവണമെങ്കിൽ മുൻപ് ദുഃഖമുണ്ടായിരിക്കണം. മുമ്പിലത്തെ ദുഃഖാനുഭവം നിൽക്കുമ്പോഴാണ് സുഖാനുഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ദുഃഖം സുഖത്തെ കൊണ്ടുവരുന്നതാണെങ്കിൽ ദുഃഖം വേണ്ടതോ വേണ്ടപ്പെടാത്തതോ? വേണ്ടതോ? പിന്നെ എന്താ ദുഃഖത്തിനോട് വിഷമം നിങ്ങൾക്ക്? അതിനെ കല്യാണം കഴിച്ചോളൂ ഇന്ന് മുതൽക്ക്. ദുഃഖമുണ്ടെങ്കിലേ സുഖമുണ്ടാവുള്ളൂ. ഇനി സുഖം വന്നാലോ ഉടനെ ദുഃഖവും വരും. അപ്പോൾ സുഖത്തിനോട് കൂടുതൽ താല്പര്യം വേണോ? ദുഃഖത്തിലേക്ക് നയിക്കുന്ന സുഖം അനഭികാമ്യം, സുഖത്തിലേക്ക് നയിക്കുന്ന ദുഃഖം അഭികാമ്യം. അപ്പോൾ ദുഃഖം അഭികാമ്യമായി, സുഖം അനഭികാമ്യമായി, രണ്ടിനെയും വിട്ട് സന്തോഷമായിട്ട് തുള്ളിച്ചാടിക്കോളൂ. അത് മനുഷ്യന് സാധിക്കും. ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്ന് പറയുമ്പോൾ എനിക്ക് സുഖിക്കാനും ദുഃഖിക്കാനുമുള്ള ശക്തിയും പ്രാപ്തിയും ഉണ്ടെന്നേ അവിടെ അർത്ഥമുള്ളൂ. ഞാൻ സുഖത്തിലും പൊന്തിക്കിടക്കണു, ദുഃഖത്തിലും പൊന്തിക്കിടക്കണു, കുറേയൊക്കെ സുഖിക്കും, കുറേയൊക്കെ ദുഃഖിക്കും, അങ്ങനെ മാറാതെ ഞാൻ നിൽക്കണു. എടോ മനുഷ്യ, ഇങ്ങനെ മാറാതെ നിൽക്കുന്ന അഹം പ്രത്യയ ഗോചരമായിരിക്കുന്ന പരമാത്മാവിനെ താൻ മനസ്സിലാക്കി തൈര് കടഞ്ഞ് വെണ്ണയെടുത്ത് ഉരുട്ടി ആ വെണ്ണ തൈരിൽ തന്നെ പൊന്തിക്കിടക്കുന്നത് മാതിരി കൈവല്യം അനുഭവിച്ച് വെണ്ണ പോലെ ആയി മനസ്തൈരിൽ പൊന്തിക്കിടക്കുക എന്ന് പറയുകയാണ്. ഇതാണ് ഈ ഹംസം എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈ നില സാധിച്ചാൽ ആ ആളെ പരമഹംസൻ എന്ന് പറയും. അങ്ങനെ പരമഹംസൻ എഴുതിയതും പരമഹംസൻ പറഞ്ഞു കൊടുത്തതും പരീക്ഷത്തിനെ പരമഹംസനാക്കിയതുമാണ് ശ്രീമദ് ഭാഗവതം. അത് പരമഹംസന്മാർ പറയുമ്പോഴേ ആ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും സന്ദേശങ്ങളുമെല്ലാം ശരിക്കും അന്വർത്ഥമായി മനുഷ്യജീവിതത്തിൽ പ്രയോഗിക്കാനും വിനിയോഗിക്കാനും ഫലജനകവുമായി അത് പരിണമിക്കുള്ളൂ. വളരെ പ്രധാനമാണ്. എന്താ ഈ ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നത്? കേട്ടോളൂ. ഇത് അവസാനം 12-ാം സ്കന്ധത്തിലുള്ള ഒരു ശ്ലോകമാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോളൂ, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചോളൂ. ഇതൊക്കെ പഠിക്കാൻ എന്ത് വേണം? ഈ ശ്ലോകം എഴുതി അടുക്കളയിൽ തൂക്കിയിടുക, ആപ്പീസിൽ തൂക്കിയിടുക. പൂമ്പളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണണം. അപ്പോൾ ശ്ലോകം ഇളക്കി ക്ഷണം പഠിക്കാം. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേഘമമലം ജ്ഞാനം പരം ഗീയതേ. ശ്രദ്ധിക്കുന്നുണ്ടോ? തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് എന്താ? 12-ാം സ്കന്ധത്തിൽ ശാസ്ത്രത്തിനെ വിവരിച്ചുകൊണ്ട് പറയുകയാണ്. പുരാണമമലം, വളരെ പവിത്രമായിരിക്കുന്ന ഒരു പുരാണമാണ്. പവിത്ര ശബ്ദത്തിന് എന്താ അർത്ഥം? ശുദ്ധീകരിക്കുന്നത് എന്നർത്ഥം. നിങ്ങൾ പവിത്രം എന്നുള്ള വാക്കൊക്കെ പറയും. പവിത്രം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത്, എന്ത്? വെളുപ്പിക്കുന്നത്. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. വളരെ പവിത്രമായിരിക്കുന്ന ഒരു പുരാണമാണിത്. അതാർക്കാ ഇഷ്ടം? യദ്വൈഷ്ണവാനാം പ്രിയം. ഹരിഭക്തന്മാർക്കും ഹരിപ്രിയന്മാർക്കും വിഷ്ണുപ്രിയന്മാർക്കും ഒക്കെ അത് ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് അയ്യപ്പ ഭക്തന്മാർക്ക് അത് പ്രിയമല്ല എന്ന്. ഈശ്വരനെ എന്തു വേണമെങ്കിൽ പേര് പറഞ്ഞോളൂ. അത് അയ്യപ്പനാകട്ടെ, പരമശിവനാകട്ടെ, ദേവിയാകട്ടെ, അച്ഛനോ അമ്മയോ ആരോ ആകട്ടെ, ആ ദൈവത്തെ ഇഷ്ടപ്പെടുന്ന മനസ്സുകൾക്ക് എന്നാണ് അർത്ഥം. നിങ്ങൾ ദൈവത്തിനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? എവിടെയാ? പൂജാമുറിയിൽ പോരാ. ഭൂമാനന്ദ സ്വാമിജിക്ക് അത് പോരാ. പൂജാമുറിയിൽ നിങ്ങൾ സ്ഥാനം കൊടുത്തിട്ടുള്ള ദൈവം ശരിയല്ല. നിങ്ങൾ സ്ഥാനം കൊടുക്കണം എവിടെ? നിങ്ങളുടെ ഹൃദയത്തിൽ. ഏറ്റവും പ്രിയപ്പെട്ടതായി ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അച്ഛനമ്മമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ഭാര്യാബന്ധുക്കൾ ഒക്കെ ഉണ്ട്. അവരിലൊക്കെ എനിക്ക് ഈശ്വരനാണ് മുമ്പൻ, ഈശ്വരനാണ് എല്ലാറ്റിനും പിന്നിലും എല്ലാറ്റിനും മുൻപിലും എന്ന് പറഞ്ഞ് മത് കർമ്മകൃത് മത് പരമഃ മത് ഭക്തഃ സംഘവർജിതഃ. ആ ഈശ്വരൻ പരമമായി തീരണം നമ്മുടെ ജീവിതത്തിൽ. അതാണ് പറയുന്നത് വൈഷ്ണവൻ. യദ്വൈഷ്ണവാനാം പ്രിയം. ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഹരിഭക്തിയോ ഈശ്വരഭക്തിയോ ഉള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഒന്നാന്തരം ഒരു പാൽപ്പായസം, അടപ്രഥമനാണത്. അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ. യദ്വൈഷ്ണവാനാം പ്രിയം. അതിലെന്താണ് പാടിയിരിക്കുന്നത്? യസ്മിൻ, ഏതിലാണോ? പാരമഹംസ്യമേകമമലം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പാരമഹംസ്യമേകമമലം.
പരമഹംസന്മാർ അനുധാവനം ചെയ്യുന്നതും സാക്ഷാത്കരിക്കുന്നതും അവരുടെ ഹൃദയത്തെ നിറയ്ക്കുന്നതും ആനന്ദിപ്പിക്കുന്നതുമായത് ഏകം, ഒരൊറ്റ ജ്ഞാനമാണത്. അതിൽ രണ്ടെണ്ണമില്ല, ഏകരൂപത്തിലുള്ളതാണ്. കാണുന്നത് മുഴുവനും ഈശ്വരൻ മാത്രം എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമഃ. ഈ കാണുന്നത് മുഴുവനും, നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ആ വിഗ്രഹത്തിനെ കാണുമ്പോൾ ആ വിഗ്രഹം ഈശ്വരനാണ്. അതിൻ്റെ ഇടത്തും വലത്തുമോ ഇല്ല. അതെങ്ങനെയത്? അപ്പോൾ കൂടുതൽ സ്ഥലവും ഈശ്വരൻ ഇല്ലാത്തതാണല്ലോ. അപ്പോൾ ഇത് ഈശ്വരനാണ്. അപ്പോൾ ഇപ്പുറത്തോ? അപ്പോൾ ഇല്ലാത്ത സ്ഥലമാണ് കൂടുതൽ. മനസ്സിലായില്ല? അത് മാറണം. ഇവിടെയുള്ള ഈ വിഗ്രഹം ഈശ്വരനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതൊരു കല്ലാണ്, ഒരു വിഗ്രഹമാണ്, ഒരു പ്രതീകമാണ്. ആ പ്രതീകം പ്രതിനിധാനം ചെയ്യുന്നത് ആകാശം പോലെ എല്ലായിടത്തും ഇടതൂർന്ന് വ്യാപിച്ചിരിക്കുന്നതായ ഒരു സത്താവിശേഷം, ഒരു ചേതനാത്മകതയാണ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. യസ്മിൻ പാരമഹംസ്യമേകം അമലം, പരിശുദ്ധമായിരിക്കുന്ന ജ്ഞാനം പരം ഗീയതേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ശ്രീമദ് ഭാഗവതത്തിൽ ചെയ്യുന്നത് എന്താ? ഗീയതേ, പാടുന്നു. എന്താ കാരണം? ശ്ലോകരൂപത്തിലാണ്. എന്താ ഈ ശ്ലോകം? ശോകം നീക്കുന്നത് ശ്ലോകം. ശോകം എന്ന് പറഞ്ഞാൽ ദുഃഖം. ആ ദുഃഖം നീങ്ങണമെങ്കിൽ ഈ ശ്ലോകത്തിനേ പറ്റുള്ളൂ. വാൽമീകി മഹർഷിയുടെ ഉള്ളിൽ നിന്ന് ആദ്യമായി പുറപ്പെട്ട ആദ്യ കാവ്യം എങ്ങനെയാ? മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമശാശ്വതീ സമാഹ യത് ക്രൗഞ്ച മിഥുനാദേകം അവധീഹ് കാമമോഹിതം. അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെയധികം ദുഃഖം കൊണ്ട് പരിതപിക്കുകയായിരുന്നു, വിഷമിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ വേടൻ്റെ ദൃശ്യം കണ്ട് ദമ്പതികളായി മരത്തിൻ്റെ കൊമ്പത്തിരിക്കുന്നതായ രണ്ട് പക്ഷികളെ ഒന്നിനെ വെടിവെച്ചു. ആ വെടിവെച്ച ആളും തൻ്റെ ധർമ്മപത്നിയുമായി ഇരിക്കുന്ന സമയത്ത് ഒരാളെ വെടിവെച്ച അയാൾ ഇഷ്ടപ്പെടുമോ? എന്താ മിണ്ടാത്തേ നിങ്ങൾ? അപ്പം നമ്മൾ ഇഷ്ടപ്പെടാത്ത സംഗതി നാം കാണുന്ന ഒന്നിൽ അടിച്ചേൽപ്പിക്കുക. ഇതിലധികം ക്രൂരത എന്തുണ്ട്? ഇതിലധികം നിഷിദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തി എന്തുണ്ട്? നിങ്ങൾ തന്നെ പറയൂ. ഏതെങ്കിലും ഒരു ജീവിയിൽ നിന്ന് ചോര ഒലിപ്പിക്കാൻ എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ? ആ ചോര ഒലിപ്പിച്ച് അതിനെ ഹിംസിച്ച് കൊന്നു തിന്നാൻ നമുക്ക് എന്താണ് അവകാശം? അത് പറഞ്ഞാൽ ശരിയാവില്ല അല്ലേ? വല്ലവരാണോ കൊല്ലണത്? തിന്നാൻ നമ്മളും. അത് ജീവൻ പോയി ജഡമായിരിക്കുന്ന ഒന്നിനെയാണ്. അകിടിൽ നിന്ന് പാല് കറന്നെടുക്കാൻ പ്രൊവിഷനുണ്ട്, സമ്മതിച്ചു. മാംസം മുറിച്ചെടുക്കാൻ പ്രൊവിഷനുണ്ടോ? രക്തം ചോർക്കാനായിട്ട് പ്രൊവിഷനുണ്ടോ? മനുഷ്യ ശരീരത്തിൽ നിന്ന് എത്ര സൂക്ഷിച്ചാൽ രക്തം എടുത്ത് വയ്ക്കണത്, അപകടം വരാത്ത തരത്തിൽ. അതുപോലെ ഒരു വഴിയില്ല. അപ്പോൾ നമ്മൾ വളരെ ആലോചിക്കണം. താൻ ദാമ്പത്യം ആവശ്യപ്പെടുന്നു. കൊന്നതെന്തിനാ? തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും തനിക്കും വേണ്ടി. കൊന്നതോ വേറെ ദമ്പതിയിൽപ്പെട്ട ഒരു പക്ഷിയെ. ഇതിലധികം ഒരു ക്രൂരത, ഒരു അമാനുഷത്വം എന്തുണ്ട് എന്ന് വിചാരിച്ച് പരിതപിച്ച് വിലപിച്ചിരിക്കുന്നതായ മനസ്സിൽ നിന്ന് നിർഗളിച്ചത് ശ്ലോകമാണ്. അങ്ങനെയുള്ള ശ്ലോക രൂപത്തിലാണ് ഇത് പാടിയിരിക്കുന്നത്. യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. ജ്ഞാനം പലതുമാണ്. എല്ലാവരും ജ്ഞാനികളാണ്. മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ഇലക്ട്രോണിക്സോ ന്യൂക്ലിയർ സയൻസോ ബയോളജിയോ ഫിസിയോളജിയോ സുവോളജിയോ അങ്ങനെ പലതുമൊക്കെ നിങ്ങൾക്കുണ്ട്. ഇതങ്ങനെയല്ല. പരം ജ്ഞാനം. എന്താ ഈ പരം ജ്ഞാനം? എല്ലാ ജ്ഞാനവും നമുക്ക് ഉണ്ടാക്കി തരുന്നത് ആരോ ഏതോ അതിനെക്കുറിച്ചറിയുക. എല്ലാം കാണിച്ചു തരുന്നത് കണ്ണല്ലേ? കണ്ണുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നത് ആരാ? അത് ചിന്തിച്ചിട്ടേ ഇല്ല. പൊടിച്ചു. എനിക്കൊരു കണ്ണുണ്ട്, എനിക്കൊരു ദേഹമുണ്ടെന്ന് ആരാ പറയുന്നത്? മനസ്സ്. അപ്പം കണ്ണുണ്ടെന്ന് കാണിച്ചു തരുന്നത് മനസ്സാണ്, ബുദ്ധിയാണ്. ആ ബുദ്ധിയുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നത് എന്താ? അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായ നമഃ. കേട്ടിട്ടുണ്ടോ? പഴയ കാലത്ത്. ഇക്കാലത്ത് അതൊന്നും പറ്റില്ല. ഇക്കാലത്തൊക്കെ പഠിപ്പൊക്കെ വേറെയാ, ഒക്കെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനാ. ഈ സൂര്യൻ മുതലായിട്ടുള്ള പ്രകാശഗോളങ്ങളെ കാണിച്ചു തരുന്നത് കണ്ണാണ്.
ആ കണ്ണിനെ കാണിച്ചു തരുന്നത് മനസ്സ് എന്ന് പറയുന്ന കണ്ണാണ്. മനസ്സുണ്ട് എന്ന് പറഞ്ഞ് മനോവൃത്തികളെ വെളിപ്പെടുത്തുന്നത് എന്താ? നമ്മുടെ ഉള്ളിലുള്ള വേറെ ഒന്നാണ്. അതാണ് പരമപ്രകാശം. ആ പരമപ്രകാശത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് പരമജ്ഞാനം. ഇതൊക്കെ വിഷയജ്ഞാനമാണ്, ഓബ്ജക്റ്റ് നോളേജാണ്. നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മ തത്വത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് സബ്ജക്റ്റ് നോളേജാണ്. കേൾക്കണുണ്ടോ നിങ്ങൾ? അതൊന്നും നിങ്ങൾക്ക് വേണ്ടേ? വേണോ? എന്നു മുതൽക്ക്? എവിടെ? എപ്പോ? യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. അങ്ങനെയുള്ള ഭാഗവതത്തിൽ തത്രജ്ഞാനവിരാഗ ഭക്തി സഹിതം 3 വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ ഭാഗവതത്തിൽ അടിമുടി, ആദ്യന്തം, സ്കന്ധമായ സ്കന്ധം, അധ്യായമായ അധ്യായം എല്ലാറ്റിലും പ്രതിപാദിക്കുന്നത് എന്താ? പ്രതിപാദിക്കുന്നത്? ജ്ഞാനവിരാഗ ഭക്തി സഹിതം. ജ്ഞാനം ഒരു ഭാഗത്ത്, ഭക്തി, ഈശ്വരനോട് നമുക്ക് തോന്നുന്ന ആദരവ് പോരാ, സ്നേഹം. വാട്ട്? നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഈശ്വരനോട്? എനിക്ക് തോന്നുന്നില്ല. സ്നേഹം മനുഷ്യനെ സ്നിഗ്ധമാക്കുന്നതാണ്. സ്നേഹമുണ്ടെങ്കിൽ വെണ്ണ ഉരുകുന്ന മാതിരി ഉരുകും നമ്മുടെ മനസ്സ്. ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുമ്പോഴോ, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുമ്പോഴോ തൊണ്ടയിടറി, മനസ്സുരുകി. വാഗ്ഗദ്ഗദാദ്രവതേ യസ്യ ചിത്തം രുദത്യഭീക്ഷ്ണം ഹസതി ക്വചിച്ച വിലജ്ജ ഉദ്ഗായതി നൃത്യതേ ച മദ്ഭക്തിയുക്തോ ഭുവനം പുനാദി. ശ്രീകൃഷ്ണൻ പറയുകയാണ് ഉദ്ധവനോട്, ക്വചിത് രുദന്ത്യച്യുത ചിന്തയാ ക്വചിത്. നാമം ജപിക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് കരയാറുണ്ട്? നേരെ മറിച്ച് വീട്ടിൽ വല്ല അനർത്ഥങ്ങളോ വിഷമങ്ങളോ വന്നാൽ കരയുന്നവരോ? ഈശ്വരൻ്റെ പേരിലാണോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ജലം കൂടുതൽ വീഴുന്നത്? അതോ ബാക്കിയുള്ള അനീശ്വര വിഷയങ്ങളെക്കുറിച്ചോ? ഒന്ന് പറഞ്ഞു തരാമോ എന്നോട്? രഹസ്യമായിട്ട് പറഞ്ഞാലും മതി കേട്ടോ. ഈശ്വരനെ കുറിച്ച് നമ്മുടെ മനസ്സുരുക്കുമ്പോൾ വെള്ളം വരുന്നത് ഇവിടുന്ന തലക്കണ്ണെന്നാണ്. അതിന് തണവും ഉണ്ടാവും, മധുരവും ഉണ്ടാവും. ഇവിടുന്ന് വരുന്നത് ചൂടും ഉപ്പുമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എങ്ങാനും ഈ തണുപ്പ് കണ്ണീര് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തത്രജ്ഞാന വിരാഗ ഭക്തി സഹിതം. അവിടെയാണ് ജ്ഞാനം. എത്രത്തോളം ജ്ഞാനം! എന്തിനാണത്? ഈ ലോകം മുഴുവനും ചഞ്ചലമാണ്, ക്ഷണികമാണ്, നശ്വരമാണ്, പരിവർത്തനശീലമുള്ളതാണ്. അങ്ങനെയുള്ള ക്ഷണിക വസ്തുക്കളോട് നമുക്ക് എത്രത്തോളം താതാത്മ്യമോ സ്നേഹമോ പ്രതിബദ്ധതയോ ഉണ്ടോ അതെല്ലാം കുളത്തിലിറക്കുന്നതാ. ഇതല്ലാത്ത ഒന്നുണ്ട്, അനശ്വരത. ആ അനശ്വരനാണ് ഈശ്വരൻ. ആ ഈശ്വരനെ വിചാരിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ടും മാത്രമേ അരക്ഷണം പോലും ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കൂ. നശ്വരതയാൽ ആവരണം ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. ആവരണം ചെയ്യപ്പെട്ട് കിടക്കണു. 4 ഭാഗത്തും നശ്വരതയാണ്. ശരീരം നശ്വരം, മനസ്സ് നശ്വരം, ബുദ്ധി നശ്വരം, അഹങ്കാരം നശ്വരം. കേൾക്കുന്നുണ്ടോ? എന്താ നിങ്ങളിൽ പിന്നെ ഉള്ളത് നശ്വരമല്ലാത്തത്? ആ നശ്വരം. കല്യാണം കഴിച്ച ഭർത്താവ്, അതും നശ്വരം. ഉണ്ടാവുന്ന കുട്ടി, അതും. കെട്ടിയ വീട്, അതും. ബാങ്ക് ബാലൻസ്, അതും. ഇപ്പോൾ ഒരു ക്ഷേത്രൻ്റെ ഇവിടെ, അതും ഇപ്പോൾ തട്ടിയെടുത്ത് കൊണ്ടുപോകാനാണ് നോക്കണത്. അതും നശ്വരമാണ്. നോക്കൂ, ഒന്നിനുമില്ല അവിടെ ഒരു സ്ഥൈര്യം. അപ്പോൾ എന്താ നമ്മൾ വേണ്ടത്? അപ്പോൾ ഈശ്വരനോട് സ്നേഹം, എത്രത്തോളം സ്നേഹം തോന്നുന്നുവോ അത്രത്തോളം ഈശ്വരനല്ലാത്ത വസ്തുക്കളോട് വൈരാഗ്യവും തോന്നണം. അവിടെയാണ് നമുക്ക് പെശക്. എത്രത്തോളം ഈശ്വരനോട് സ്നേഹം, ആഭിമുഖ്യം തോന്നുന്നുവോ അത്രത്തോളം ഈ ചഞ്ചലമായിരിക്കുന്ന ലോകവസ്തുക്കളോട് വൈരാഗ്യം തോന്നണം. അത് രണ്ടും കൂടി തോന്നിയാൽ മാത്രമേ നമുക്ക് ഭക്തി സാക്ഷാത്കാരം പ്രയോജനപ്പെടുള്ളൂ. സാക്ഷാത്കാരത്തിന് ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. അങ്ങോട്ട് കൊണ്ടാടുകയാണ്, നിർത്തുകയാണ്, സ്തുതിക്കുകയാണ്, നിലനിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഈശ്വരനോട് ഭക്തി, ലോകത്തിനോട് വിരക്തി, അതിൻ്റെ ഉള്ളിൽ ഭഗവത് സാക്ഷാത്കാരം. ഇതുപോലെ യഥാശ്നതസ്യുഹു. വിശക്കുന്നവൻ ഊണ് കഴിക്കുന്ന സമയത്ത് 3 കൂട്ടം കാര്യങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാവണു. എന്താ 3 കൂട്ടം കാര്യങ്ങൾ? തുഷ്ടിഹി പുഷ്ടിഹി ക്ഷുതപായോനുഘാസം
ഓരോ ഉരുള കഴിക്കുമ്പോഴും ആ കഴിക്കുന്ന സമയത്ത് രുചിയായിട്ടുള്ള ഭക്ഷണം ഉരുള കഴിച്ചാൽ അത് നാവിലങ്ങോട്ട് ചെന്ന് ഇങ്ങനെ ചവയ്ക്കുമ്പോൾ നല്ല രുചിയും സന്തോഷമാണ്. സലൈവറി ഗ്ലാൻസ് ഒക്കെ നല്ലപോലെ സെക്രീറ്റ് ചെയ്ത് നല്ല രുചിയുണ്ടാവും. ആ ഒരു സന്തോഷം ശരീരത്തിന് പോഷകം, ക്ഷുതപായം, വിശപ്പടങ്ങുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അന്യത്ര ചൈഷത്രിക ഏകകാലഹ, ഒരേ സമയത്തുണ്ടാവുന്ന ത്രീ കൺകറൻറ്റ് സൈമിൾട്ടേനിയസ് ബെനിഫിറ്റ്സ് റിസൾട്ടൻസ് ആണ് ഇത് മൂന്നും. അതുണ്ടാവണം. അതിനാണ് ഈ ഭാഗവതം എല്ലാ സമയത്തും ഉദ്ബോധിപ്പിക്കുന്നത്. ഉദ്ബോധനാത്മകമാണത്. തത്രജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം. കേട്ടെങ്കിലും വയ്ക്കേൻ. നൈഷ്കർമ്മ്യം എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? ജനിച്ചു, ജീവിച്ചു, പലതും ചെയ്തു, ഈശ്വരാരാധന നടത്തി, എല്ലാം കഴിഞ്ഞ് എനിക്ക് കിട്ടേണ്ടത് കിട്ടി, എനിക്ക് ഇനി ഒന്നും കിട്ടാനോ കൊടുക്കാനോ ഇല്ല, മതി, ഞാൻ ആപ്ത കാമനാണ്, ഞാൻ പൂർണ്ണ ഹൃദയനാണ്, എനിക്കൊരു കൽമഷമില്ല, ഒരു കുറവില്ല, എല്ലാം കൊണ്ടും ഞാൻ നിറഞ്ഞവൻ, പൂർണ്ണൻ, മികവുറ്റവൻ എന്നുള്ളൊരു തോന്നൽ. ഈ ലോകത്തിൽ നിന്ന് വെറുത്തു പോണില്ല, ഭയപ്പെട്ടു പോണില്ല, ഉത്കണ്ഠയും ആകാംക്ഷയോടും കൂടി പോകുന്നില്ല. ആ പോകുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിൽ പലതും നടക്കണു ഈ ലോകത്തിൽ. സമുദ്രത്തിലോ ഒരല പോലെ എൻ്റെ വ്യക്തി ജീവിതമാവുന്ന അല ഈ സംസാരത്തിൽ പൊന്തി വന്നു. കുറേ കഴിഞ്ഞാൽ അത് അമർന്നുപോയി. എനിക്കൊന്നും ഇതിനെപ്പറ്റി ആകാംക്ഷയോടുകൂടി ചിന്തിക്കാനില്ല എന്നുള്ളൊരു ഉറപ്പോടുകൂടി സമാധാനത്തോടുകൂടി നിർവൃത ചിത്തനായി നിർവാണ ആനന്ദം അനുഭവിച്ചു കൊണ്ട് പോവുക. നൈഷ്കർമ്മ്യം അതാണ് ഇവിടെ ആവിഷ്കൃതം. ഈ ശ്രീമദ് ഭാഗവതത്തിൽ ആവിഷ്കരിക്കുന്നത് ഇങ്ങനെ ഒരു നൈഷ്കർമ്മ്യമാണ്. നൈഷ്കർമ്യമാവിഷ്കൃതം. ആ ശ്രീമദ് ഭാഗവതത്തെ എന്ത് വേണം? തച്ഛൃണ്വൻ. എന്ത്? അതാദ്യമായിട്ട് കേൾക്കുക. കേൾക്കുന്ന സമയത്ത് എഴുതിയെടുക്കുന്നു അരുത്, അത് കേൾക്കന്നെ വേണം. ആ തത്വശ്രവണം തന്നെ ഒരു സാധനയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ ശബ്ദങ്ങളൊക്കെ കർണപുടങ്ങളിൽ വന്ന് വീണ് ആ കർമ്മപുടങ്ങളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കുമ്പോൾ ആ ശബ്ദം അവിടെ നിന്ന് കഴിഞ്ഞു. പിന്നെ അത് ദിവ്യമായിരിക്കുന്ന ചേതനാസ്പന്ദനങ്ങളായിട്ടാണ് നമ്മുടെ ഉൾവ്യക്തിത്വത്തിൽ, മസ്തിഷ്കത്തിലും ഹൃദയത്തിലും അലിഞ്ഞു ചേർന്ന് സ്ഥാനം പിടിക്കുന്നത്. അതിനെ അനുവദിക്കണം. നിങ്ങൾ ഇങ്ങനെ കേൾക്കണം നല്ല പോലെ, പൂർണ്ണ മനസ്സോടുകൂടി. തച്ഛൃണ്വൻ വിപഠൻ. അത് വായിച്ച് നമുക്കൊരു താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം എടുത്തു വായിക്കുക, സ്വന്തമായിട്ട് വായിക്കുക. വിപഠൻ. കുറച്ച് കഴിഞ്ഞാലോ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ വിചാരണപരോ, ആലോചന തുടങ്ങണം. എന്താ അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എന്താ അത് മനസ്സിലാക്കാനുള്ളത്? വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയോ? കേരളം മുഴുവൻ പറയുന്നത് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയാന്ന്. ഈ അഭ്യസ്തവിദ്യരായിരിക്കുന്ന കേരളീയർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐതിഹ്യം കിട്ടിയതെന്ന് എനിക്കറിയില്ല. എന്താ ഇതിൻ്റെ ഉറവിടെന്ന്? മഹാബലിയുടെ കാവൽക്കാരനായി അദ്ദേഹത്തിനൊരു കോട്ടവും കുറവും വരാതെയിരിക്കാൻ മഹാവിഷ്ണു ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രഹ്ലാദൻ വരെ അനുമോദിച്ചിരിക്കുക. അങ്ങ് ഞങ്ങളുടെ കൊട്ടാരത്തിൽ കാവൽക്കാരനായി നിൽക്കുന്ന ഒരു വിശേഷപ്പെട്ട തലയിലെടുത്ത് ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ശ്രീമദ് ഭാഗവതത്തിൽ. ആ മഹാബലിയാണ് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നത്. മഹാബലി തലയിൽ കാല് വയ്ക്കാൻ പറഞ്ഞു. തലയിൽ കാല് വയ്ക്കേണ്ട ആവശ്യം എന്താ? ഭൂലോകം മുഴുവനും സ്വർഗം അളന്നു കഴിഞ്ഞു. ആ ഭൂലോകത്തിലും സ്വർഗത്തിലും പെട്ട ആളല്ലേ ഈ മഹാവിഷ്ണു. പിന്നെ അവിടെ തലയായിട്ട് ബാക്കി വരുന്നുണ്ടോ അവിടെ? അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ തല ബാക്കി വന്നാൽ എല്ലാവരുടെ തലയും ബാക്കിയാണല്ലോ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കണക്ക് കൂട്ടാൻ അറിയില്ലേ? വിഷ്ണു തലയിൽ കാലൊന്നും വെച്ചില്ല. അപ്പോഴേക്കും പ്രഹ്ലാദൻ വന്നു, ബ്രഹ്മാവ് വന്നു, എല്ലാവരും കൂടി കെട്ടുനിന്ന് വീഴിച്ചു. അങ്ങനെ മഹാബലിയെ സ്തുതിച്ചുകൊണ്ടാണ് മഹാവിഷ്ണു അദ്ദേഹത്തിനെ സുതലത്തിലേക്ക് പറഞ്ഞയച്ചത്. വരും കാലത്ത് ഇന്ദ്രനാവും എന്നും പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറയുക. അപ്പോൾ ഈ ശാസ്ത്രം എന്താ പറയുന്നത് എന്ന്? വിചാരണപരോ. ഈ ഈശ്വരൻ ദുഷ്പ്രാപനാണോ? ഈ ഈശ്വരനെ കിട്ടാൻ ഇത്ര വലിയ വിഷമമുണ്ടോ? എല്ലാ ദിക്കിലും റേഷനില്ലാത്തൊരു കമ്മോഡിറ്റി ഈശ്വരൻ മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹം നമ്മുടെ ഉള്ളിൽ പരമാത്മാവല്ലേ. ആ പരമാത്മാവിൻ്റെ പര്യായ ശബ്ദമല്ലേ ഈശ്വരൻ എന്ന് പറയുന്നത്. വദന്തി തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. സൂതനോട് ചോദിക്കുകയാണ്. ആര്? ബ്രാഹ്മണരും ബാക്കിയുള്ളവരെല്ലാവരും കൂടി. സൂത, നമ്മുടെ നാട്ടിലൊരു ചാക്യാരുണ്ട്, കേട്ടിട്ടുണ്ടോ? അവർ സ്വതവേ ബ്രാഹ്മണരാണ്. ഒരു സ്വല്പം പതിത്വം വന്നു കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ അവർ പ്രത്യേകിച്ചും നല്ല വിദ്വാൻമാരാണ്. പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും
ബ്രഹ്മസൂത്രങ്ങളും എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇതിഹാസ പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളാണല്ലോ അങ്ങ്. എല്ലാറ്റിലും കൂടിയിട്ടുള്ള രത്ന ചുരുക്കമായിരിക്കുന്ന സത്യം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഭാഗവതം ചോദിക്കണു. ആ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാ, വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാം. അറിവുള്ളവർ പറയുന്നത് എന്താ? നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി എല്ലാം കൂടി സുപ്രീമായിട്ട് അന്തിമമായി പരമമായി അറിയാനുള്ളത് അദ്വയജ്ഞാനമാണെന്ന്. കേട്ടുവോ? ഇല്ല, കേൾക്കില്ല നിങ്ങൾ. വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം. രണ്ട് എന്ന് പിരിവ് വേർതിരിക്കാത്തതായ ഒന്നായിട്ടുള്ള ജ്ഞാനം. ഈ കാണുന്നത് മുഴുവൻ ഇറ്റ്സ് ആൻ അൺബ്രോക്കൺ സ്ട്രെച്ച് ഓഫ് എ യൂണിഫോം എക്സിസ്റ്റൻസ് which cannot be differentiated in any manner whatsoever. It is indivisible. It cannot be divided. Can you divide space? ആകാശത്തിനെ ഭേദിക്കാനോ വേർതിരിക്കാനോ സാധിക്കുമോ? വെള്ളത്തിനെ വേർതിരിക്കാം, മണ്ണിനെ വേർതിരിക്കാം, കാറ്റിനെയും കൂടി വേർതിരിക്കാൻ സാധിക്കും. പക്ഷേ ആകാശത്തിനെ വേർതിരിക്കാൻ പറ്റില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു സെൻഷ്യൻ സ്പേസാണ്. ചേതനാത്മകമായി ഉണർവ് രൂപത്തിലുള്ള ഒരു സ്പേസാണ്. അതുകൊണ്ടത് അഭേദ്യമാണ്, അവിഛിന്നമാണ്. അതിനെ ഭേദിക്കാനോ ഡിവൈഡ് ചെയ്യാനോ സാധിക്കില്ല. അങ്ങനെയുള്ള അദ്വയമായിരിക്കുന്ന ജ്ഞാനം, നിങ്ങളുടെ മനസ്സിലുള്ള ജ്ഞാനം അദ്വയമായി പ്രകാശിക്കുന്നതെന്നോ അന്ന് അതിനെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. അതിനെയാണ് പരബ്രഹ്മമെന്ന് വേദങ്ങളും പരമാത്മ എന്ന് ശാസ്ത്രങ്ങളും ഭഗവാൻ എന്ന് ഇതിഹാസ പുരാണങ്ങളും പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്ത്? തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ വിചാരണപരോ വിചാരണപരോ. ആലോചിച്ച് ആലോചിച്ച് ആലോചിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇന്ദ്രിയ തലത്തിലുള്ള പ്രവൃത്തിയല്ല, വായ കൊണ്ടുള്ള പ്രവൃത്തിയല്ല, വെറും സ്മരണവുമല്ല, ബുദ്ധി കൊണ്ട് ആലോചിക്കുകയാണ്. പൂജാമുറിയിൽ അരമണിക്കൂറിരുന്ന് നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരനെക്കുറിച്ച് ആലോചിച്ച് ആ ഈശ്വരൻ എവിടെ, എന്ത്, ഞാൻ ഇത്ര നാളും ആരാധിച്ചിട്ടും എനിക്കെന്താ വെളിപ്പെടാത്തത്? എല്ലാവരും പറയുന്നുണ്ടല്ലോ അത് ഉള്ളിലാണെന്ന്. ഉള്ളിലാണെങ്കിൽ എൻ്റെ ഉള്ളിലില്ലേ? അതല്ലേ ചിത്തവൃത്തികൾ ഉണ്ടാക്കുന്നത്. ചിന്തകളെ ഞാൻ അറിയുന്നു, ചിന്തകനെ ഞാൻ എന്താ പറഞ്ഞേ? ചിന്തകളെ ഞാൻ അറിയുന്നു, എന്നാൽ ചിന്തകനെ ഞാൻ അറിയുന്നില്ല. ചിന്തകനില്ലാതെ ചിന്തനമുണ്ടാവുമോ? കാലില്ലാതെ നടക്കാൻ പറ്റുമോ? ഞാൻ നടക്കണു, പക്ഷേ എനിക്ക് കാലുണ്ടെന്ന് അറിയണില്ല. ഞാൻ ചിന്തിക്കുന്നു, വിചിന്തനം എനിക്ക് വെളിപ്പെടുന്നു, പക്ഷേ വിചിന്തകൻ വെളിപ്പെടുന്നില്ല. ഇത് ശരിയാണോ? ചിന്തയുണ്ടെങ്കിൽ ചിന്തകൻ മുൻപ് വേണ്ടേ? ചിന്തകനിൽ നിന്നല്ലേ ചിന്ത പുറപ്പെടുള്ളൂ. അപ്പോൾ ചിന്തയുള്ളപ്പോൾ ചിന്തകനുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ഈ ചിന്തകനെ പിടികിട്ടുന്നില്ല എന്നിങ്ങനെ ആലോചിച്ച് നിങ്ങൾ അവനവനിൽ തന്നെ മകിഴ്ന്നിരിക്കുമെങ്കിൽ ഹോ, എത്ര ധന്യമാകും ആ മുഹൂർത്തം, ആ ക്ഷണം. തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. ഇങ്ങനെയൊക്കെ ആയാൽ ആ ഭക്തി എന്ന് പറയുന്നത് ഒരു വിശേഷപ്പെട്ട മഹീയസാ ഭക്തിപ്രയോഗേണ, പ്രഹ്ലാദൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അതിപ്രബലമായിരിക്കുന്ന ഈ ഭക്തിപ്രയോഗം കൊണ്ട് സമേത്യധോക്ഷജം, കണ്ണിന് കാണാൻ പറ്റാത്ത ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായിരിക്കുന്ന അന്തരാത്മാവായിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾക്ക് പ്രാപിക്കാനും സാക്ഷാത്കരിക്കാനും സാധിക്കുന്നു. അങ്ങനെ സാധിക്കും. ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേൻ നരഃ. നരൻ മോചിപ്പിക്കപ്പെടും. കഴുതയ്ക്ക് കിട്ടില്ല, നായ്ക്കും കിട്ടില്ല. മനുഷ്യനാണെങ്കിൽ ആ ആൾക്ക് മുക്തിസുഖം. ആ മുക്തിസുധാകരത്തിൽ നമുക്കിങ്ങനെ പൊന്തിക്കിടക്കാം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദാ യാദികവയേ മുഹ്യന്തി യത്സൂരയഃ
തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഈ ശ്ലോകത്തോടു കൂടിയാണ് വേദവ്യാസ മഹർഷി ഭാഗവത രചന തുടങ്ങുന്നത്. എന്താ അവിടെ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇത് ഭക്തി എന്നുള്ള 2 അക്ഷരം മാത്രമല്ല എഴുതി വച്ചിട്ടുള്ളത്. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ. ഞാനിവിടെ പ്രതിപാദിക്കുന്നത് സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും പരിവർത്തനമോ നാശമോ ഇല്ലാത്തത്, അനശ്വരമായിരിക്കുന്ന ഒരു പൊരുൾ, ഒരു സാന്നിധ്യത്തെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആ സാന്നിധ്യം എങ്ങനത്തതാ? നിങ്ങളോട് വളരെ ബന്ധപ്പെട്ടതാ. എന്താ ബന്ധം? ജന്മാദ്യസ്യ യതഃ. നാം അധിവസിക്കുന്നതായ ഈ ഭൂമി ഉൾപ്പെടുന്നതായ ഈ വിശ്വകോശം, അതിലുള്ള കോടാനുകോടി ഗ്രഹങ്ങളും പ്രകാശഗോളങ്ങളും, ഇതെല്ലാം തന്നെ എന്തിൽ നിന്നാണോ ഉത്പത്തിയായിരിക്കുന്നത്? കേട്ടുവോ? നിങ്ങളുടെ ചെവി കേട്ടുവോ അതോ മനസ്സ് ഉൾക്കൊണ്ടു? അതാണ് ചോദ്യം. ജന്മ ആദി അസ്യ യഥോന്വയാദിതരതഃ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാ? ഞാനോ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മകളാ. ആഹാ. മുത്തശ്ശൻ്റെ ആരാ നിങ്ങൾ? പൗത്രൻ, പൗത്രി അല്ലേ? അപ്പം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ഛനമ്മമാരുണ്ട്. അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് അച്ഛനമ്മമാരുണ്ട്, അവർക്ക് അച്ഛനമ്മമാരുണ്ട്. അപ്പം ആദ്യം അച്ഛനമ്മമാരൊരു കൂട്ടരുണ്ടായിരുന്നോ? എന്താ ഉണ്ടാവണ്ടേ? ആ ആദ്യത്തെ അച്ഛനമ്മമാർ എവിടെ നിന്നുണ്ടായി? ആ ആളോട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ? അതുപോലെയാണ് ഇതിനോട് ബന്ധം. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മമാരോട് എങ്ങനെ ബന്ധമോ അതുപോലെയാണ് നമുക്ക് പരമേശ്വരനോടും പരബ്രഹ്മത്തോടും പരമാത്മാവോടും കൂടിയുള്ള ബന്ധം. എന്താ കാരണം? ഈ ഭൂമി ഉള്ളപ്പോഴാണ് നാം ജനിക്കുന്നത്, ഈ ഭൂമിയിലാണ് അധിവസിക്കുന്നത്. നമുക്ക് മുമ്പ് എത്രയോ എണ്ണമറ്റ തലമുറകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ തലമുറകളൊക്കെ തുടങ്ങിയത് ഭൂമിയിൽ നിന്നാണ്. ഭൂമി തന്നെ സൂര്യനിൽ നിന്ന് വന്നതാ. അങ്ങനെ കോടാനുകോടി ഗോളങ്ങൾ നിലനിൽക്കുന്നത് ആകാശത്തിലാണ്. ആ ആകാശം നിലനിൽക്കുന്നതാണ് ഈ പരബ്രഹ്മം, പരമേശ്വരൻ, പരമാത്മാ എന്ന് പറയുന്നത്. അപ്പം അതിനോട് നിങ്ങൾക്കുള്ള ബന്ധം എന്താ? പിതൃത്വമാണ്. സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. മസ്തിഷ്കം അതിനെ പണയം വയ്ക്കരുത് കേട്ടോ, പണയം വയ്ക്കരുത് അതിനെ. ആലോചിക്കിൻ. ആലോചനയാണ് അവിടെ. ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്. എങ്ങനെയാണ് ആ സാധനം, ആ പരമസാന്നിധ്യം എന്ന് ചോദിച്ചാൽ സ്വരാട്. അത് സ്വയം പ്രകാശകമാണ്. നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരുമ്പോൾ പുറമേയുള്ള ലൈറ്റോ ഇന്ദ്രിയങ്ങളോ ആണോ അതിനെ പ്രകാശിപ്പിക്കുന്നത്? എന്താ നിങ്ങൾ മിണ്ടാത്തേ? ഇതൊക്കെ കാണുന്നത് വെളിച്ചത്തിൽ കണ്ണാണ്. ആ ഉള്ളിൽ കാണിക്കുന്ന മനസ്സിൽ അതിൽ ഓരോ ചിന്തകളും വികാരങ്ങളും ഭാവങ്ങളും വരുമ്പോൾ അതും വെളിപ്പെടുന്നുണ്ടല്ലോ. ആർക്കാ വെളിപ്പെടണേ? ഈ കണ്ണുകൊണ്ട് നോക്കുന്ന ആൾക്ക് തന്നെയാണ് അതും വെളിപ്പെടുന്നത്. അത് ഉള്ളിലുള്ളത് വെളിപ്പെടുത്തി തരുന്നത് ആരാ? അവിടെ ചിന്തകളെ വെളിപ്പെടുത്തി തരുന്ന വേറെ ഒരു പ്രകാശം അവിടെ ഉണ്ടല്ലോ. ആ പ്രകാശം സ്വയം പ്രകാശമാണ്. ആ സ്വയം പ്രകാശം എന്നതുപോലെ അത് സ്വയം ഒരു ചക്രവർത്തിയുമാണ്. ഈ ലോകം രചിച്ചതായ ആ പ്രഭാവത്തിന് ലോകത്തിലുള്ള എന്ത് പ്രതിസന്ധികളെയും പരിഹരിക്കാൻ എന്ത് വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിൽ, എന്ത് എക്സ്പീരിയൻസ് വേണമെങ്കിൽ തൊടുത്തുവിടാനും സാധിക്കും. അമൃത് കട്ടുകൊണ്ട് പോയപ്പോൾ മോഹിനിയായിട്ടാണ് അവിടെ വന്നത്. ആ മോഹിനി വരേണ്ട താമസം. ആ മോഹിനി പറഞ്ഞതൊക്കെ ചെയ്തു ഈ കട്ടവര്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? ഒരു തുള്ളി വിളമ്പാതെ എല്ലാവർക്കും വിളമ്പിക്കൊണ്ടുപോയി. അത് മോഹിനിയുടെ ഒരു രൂപം. പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി വാളൂരി ഇവൻ്റെ കഴുത്തങ്ങോട്ട് വെട്ടണം എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെട്ടത്. കാലെടുത്ത് വെച്ചു. അപ്പോഴാണ് കടകടാന്നൊരു ശബ്ദം ആ തൂണിൽ നിന്ന് വന്നത്. അപ്പം മകൻ്റെ നേരെ പോയ ആ ചവിട്ടുണ്ടല്ലോ, അതങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് തൂണിൻ്റെ അവിടേക്കാ പോയി. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അഭിജ്ഞസ്വരാൾ. എന്നെ മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, രാവിലെ കൊല്ലരുത്, പകൽ കൊല്ലരുത്, രാത്രി കൊല്ലരുത്, അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, ദേവന്മാർ പാടില്ല, അസുരന്മാർ പാടില്ല, ഒക്കെ പാടില്ല. ആയിക്കോട്ടെ. ബ്രഹ്മാവ് ഉള്ള വരമൊക്കെ കൊടുത്തിട്ട് എന്തുണ്ടായി? മഹാഭാവം ഒക്കെ കൊടുത്തിട്ട് ആ വരവും വെച്ചുകൊണ്ടാണ്. എന്നിട്ട് ആ തൂണിനൊരു തട്ടം കിട തെറ്റിയപ്പോൾ ബ്രഹ്മലോകം വരെ കിടുങ്ങി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
ബ്രഹ്മാവ് കൊടുത്ത വരം കൊണ്ട് അങ്ങോട്ട് അടിച്ചപ്പോൾ കിട്ടുകിട്ടാന്നാ വരച്ചത് അവിടെ, ബ്രഹ്മലോകം വരെ. ആ പ്രഹ്ലാദൻ്റെ മേൽ വീണില്ല ആ വാള്. എളുപ്പത്തിൽ കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ. മഹാബലിയോടുകൂടി ഒരു സമാധാന യുദ്ധ, ഒരു ദൗത്യ. അവിടെ യുദ്ധവും ചോരക്കളമൊന്നുമില്ല. അവിടെ ചെന്നതൊരു ഒരു ബ്രഹ്മചാരിയായിട്ടാണ്. എന്നാൽ നല്ലോണം പോലെ ശാസ്ത്രവും യുക്തിയും ഒക്കെ അവതരിപ്പിച്ച് കാര്യങ്ങളൊക്കെ നേരെയാക്കി വന്നു. അങ്ങനെ എവിടെ വേണമെങ്കിൽ, എന്തു വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിൽ, എപ്പോൾ വേണമെങ്കിൽ സമർത്ഥമായി, കുശലമായി, കാര്യക്ഷമമായി, പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാവത്തക്ക വിധത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അർത്ഥേഷു അഭിജ്ഞ സ്വരാട്. അങ്ങനെയുള്ള സത്യത്തെയാണ് ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇന്നത്തെ കാലത്ത് ഇന്ത്യയുടെ സ്ഥിതി എന്താ? വി ഹാവ് ഫാളൻ. 180 ലോകരാഷ്ട്രങ്ങളിൽ 85ാമത്തെ രാജ്യമായി നാം വീണിരിക്കുകയാണ്. എവിടെ? ഇൻ കറപ്ഷൻ ഫ്രീ ഇൻഡെക്സ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ഭാരതത്തിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. എല്ലായിടത്തും കറപ്ഷൻ. കോമൺവെൽത്ത് ഗെയിംസിലെ 70,000 കോടി ഉറുപ്പിക ചിലവാക്കി, അതിലും ഉണ്ട് കറപ്ഷൻ. കേൾക്കണം നിങ്ങൾ. കഷ്ടപ്പെട്ട് നികുതി പണം കൊടുക്കുന്നതാണ് ഈ ഗവൺമെൻറ് ചെലവ് ചെയ്യുന്നത്, പാർലമെൻ്റ് ആണെന്നും പറഞ്ഞ്. അവർക്ക് എവിടുന്ന് കിട്ടിയ അധികാരം? ജനങ്ങൾ കൊടുത്ത അധികാരം. ആ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടും അവർക്ക് തന്നെ വഞ്ചന നിർത്താൻ പറ്റാത്തതുമായ ഒരു ഗതികേടിലാണ് നമ്മൾ. അപ്പോൾ ഈ ലോകത്തിനെ കണ്ട് നാം വിമുഖരാവണോ? നാം നിരാശപ്പെടണോ? വേണ്ട. നിരസ്തകുഹകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? എന്ത് തന്നെ വന്നാലും ഒരു വഞ്ചനയോ കളവോ ചതിയോ ദോഷമോ ഒന്നുമില്ലാതെ അതിനെല്ലാം മീതെ അങ്ങനെ പൊന്തിക്കിടക്കുന്ന വിശേഷപ്പെട്ട ഒരു സത്യമാണത്. സത്യം പരം ധീമഹി. അങ്ങനെയുള്ള ഒരു പരമസത്യത്തെ നിങ്ങൾക്കെല്ലാം ബുദ്ധിയിൽ നിർത്താറാകണം. എന്ത്? ഈ സത്യത്തിന് നാം പൂവിട്ട് പൂജിക്കേണ്ടതല്ല. ഇതിനെ വെറും സ്തോത്രങ്ങളോ ജപങ്ങളോ പറഞ്ഞ് ആരാധിക്കേണ്ടതല്ല. ഇതിൻ്റെ വൈഭവം, ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ അഴക്, ഇതിൻ്റെ കുശലത, ഇതിൻ്റെ സർവകാര്യ പ്രസക്തി, അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ ആലോചിച്ച് മകിഴ്ന്നുകൊണ്ടിരിക്കണം. സത്യം പരം ധീമഹി. എന്താ അവിടെ ശബ്ദം? ധീമഹി. അവിടെ കണ്ണുകൊണ്ട് നിർത്താനല്ല, അത് ആലോചന ബുദ്ധിയിൽ നിർത്താനാണ്. അങ്ങനെയുള്ള ഒരു സത്യത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സത്യം പരം ധീമഹി. ഞങ്ങളിവിടെ നൈമിഷാരണ്യത്തിൽ, പാറളിക്കാട് വടക്കാഞ്ചേരി നൈമിഷാരണ്യത്തിൽ സത്രം നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ സ്റ്റേജിൻ്റെ പിന്നിൽ 3 വാക്കാണ്: സത്യം പരം ധീമഹി. വേറെ ഒരെണ്ണം അവിടെ ഉണ്ടാവരുതെന്ന് നമുക്ക് നിർബന്ധ. ഭാഗവതം എന്ന് പറയുന്നത് ഒരു ജ്ഞാനഗ്രന്ഥമാണ്. അത് പ്രവക്താവിൻ്റെ ആ പാഠവമനുസരിച്ച്, ഉദ്ദേശ ലക്ഷ്യങ്ങളനുസരിച്ച് ആ തത്വപ്രവചനത്തിനൊരു രൂപം, ആ ഒരു ഉദ്ദേശമൊക്കെ വന്നാൽ അത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് തന്നെത്താനെ ആ ജ്ഞാനം മനസ്സിലങ്ങോട്ട് ഉദിച്ചു തുടങ്ങും. എവിടെ വേണോ തൻ്റെ സദസ്യരെ നയിക്കാൻ, അത് പ്രവക്താവിനത് നയിക്കാൻ സാധിക്കണം. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ആയുധമാണ് ഈ തത്വപ്രവചനം എന്ന് പറയുന്നത്. ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തരൂപം വാക്സന്ധി പ്രവചനഗം സന്ധാനം. നിങ്ങൾ പ്രേക്ഷകരും ശ്രോതാക്കളുമായി എൻ്റെ മുൻപിലിരിക്കുന്നു. ഒരു പ്രവക്താവ് ഇതാ ഇവിടെ ഇരിക്കുന്നു. ഈ പ്രവക്താവ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെല്ലാം അദ്ദേഹത്തിൽ പതിയുമ്പോൾ വാക്ക് രൂപത്തിൽ, തത്വപ്രവചന രൂപത്തിൽ ഒരു സന്ധിയാണ് അവിടെ നടക്കുന്നത്. എന്ത്? ഒരു ഇണക്കം. എന്ത്? ഒരു ഇണക്കം, ഒരു സംബന്ധം. ആ സംബന്ധമാണ് ആത്മസംബന്ധം. ആ പറയുന്ന വാക്കുകൾ മുഴുവൻ എനിക്കെൻ്റെ മാംസം പങ്കുവെച്ച് തരാൻ പറ്റില്ല. തന്നാലും പിന്നെ എത്ര നേരം പങ്കുവയ്ക്കും? ഇതിനൊക്കെ ചെത്തുപോയിക്കളയും. അപ്പോൾ എനിക്ക് പങ്കുവെച്ച് തരാൻ സാധിക്കുന്നത് എന്താ? എൻ്റെ ഉള്ളിലുള്ള ഉണർവ്. ആ ഉണർവിൻ്റെ ഒരു പ്രകടനമാണ് ശബ്ദം. ശബ്ദത്തിൽ നിന്ന് ശബ്ദം വരില്ല, ജീവിച്ചിരിക്കുമ്പോഴേ ശബ്ദം വരുള്ളൂ. ആ ശബ്ദം കൊണ്ടാണ് ഈ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നത്. സോ ഭക്തജനങ്ങളെ, തത്വജിജ്ഞാസുക്കളെ, ജ്ഞാനകുതുകികളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശ്രീമദ് ഭാഗവതം നമ്മോട് പറയുന്നതും ഓതുന്നതും പരം സത്യം ധീമഹി. ആ പരമമായ ഒരു സത്യമുണ്ട്. അതിനെ വഞ്ചിക്കാൻ സാധ്യമല്ല, അതിൽ കലർപ്പില്ല,
അതിന് ദോഷമില്ല, അതിന് അപഖ്യാതിയില്ല. ആരെത്ര തന്നെ കറപ്റ്റായാലും അത് കറപ്റ്റാവില്ല. അതിന് കറപ്ഷൻ ഈസ് ഇംപോസിബിൾ. അഗ്നിയിൽ നിന്ന് തണുപ്പ് പുറപ്പെടില്ല. പുകയ്ക്ക് കാരണം മാധ്യമമാണ്. അഗ്നിയിൽ പ്രകാശവും ചൂടും മാത്രമേ ഉള്ളൂ. അതേമാതിരി ആനന്ദവും ഉണർവും വ്യാപ്തിയും മാത്രമുള്ളതായ ഈ പരമസത്യത്തെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ താങ്ങി പേറി വഹിച്ച് ഉൾക്കൊണ്ട് അങ്ങനെ പൂർണ്ണരായിത്തീരൂ. ഇതേ ശ്ലോകമാണ് 12-ാം അധ്യായത്തിലും ആവർത്തിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി വായിച്ച് ഇന്ന് നിർത്താം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദാ യാദികവയേ മുഹ്യന്തി യത്സൂരയഃ. സൂരയഃ എത്ര മുഹ്യന്തി. അറിവുള്ളവർ പോലും ഈ സത്യത്തെ മനസ്സിലാക്കാൻ പറ്റാതെ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ഈ പ്രവചനം, തത്വപ്രവചനം നാളെയും കൂടി ഉണ്ടാവും. നാളെ നമുക്ക് മുഖവിരയുടെ ഒന്നും ആവശ്യമില്ല. കൃത്യം 7 മണിക്ക് തുടങ്ങാം. ഒരു 1.25 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. വേണ്ടി വന്നാൽ എപ്പോഴും പറയുന്നുണ്ട് സമയം അതിക്രമിക്കരുതെന്ന്. ഇപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, ഞാൻ 10 മിനിറ്റ് കൂട്ടിയത്. അവർ പറയുന്നു എല്ലാവർക്കും മടങ്ങി പോകാൻ വിഷമാണ് എന്നൊക്കെ പറയുന്നു. ഇത് നാളെ നമുക്ക് തുടങ്ങാം. ഇവരെന്നോട് പറഞ്ഞു ഈ CIRD എന്ന് പറയുന്നത് എന്താണെന്ന് സ്വാമിജി ഒന്ന് വെളിപ്പെടുത്തണമെന്ന്. അപ്പോൾ ഞാൻ നാളെ അതിനെപ്പറ്റി സംസാരിക്കാൻ നോക്കാം. നമുക്ക് സമയം കിട്ടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. നാളെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭക്തി എങ്ങനെയാണ് ഒരു വലിയ ഒരു നിധിയായിത്തീരുന്നത്. ഭക്തി വാസ്തവത്തിൽ ഒരു നിധിയാണ്, ഒരു ട്രഷറാണ്. നിങ്ങളൊക്കെ ഭക്തന്മാരാണ്, നിങ്ങൾക്ക് ഭക്തിയുണ്ട്. പക്ഷേ അതിനെ ഒരു നിധിയാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. എത്രയാ? ഇൻഫിനിറ്റ് ക്രോഡ്സ് ഓഫ് റുപ്പീസ്. എന്നിട്ടോ എണ്ണി കൊടുക്കാൻ പറ്റാത്ത ചെക്ക് പുസ്തകവും തന്നു. നിങ്ങൾ എത്ര വേണമെങ്കിൽ എഴുതിയെടുത്ത് എത്ര വേണമെങ്കിൽ വിഡ്രോ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാവില്ലേ? ആ മാതിരി ഒരു സാധനമാണ് ഈ ഭക്തി. അങ്ങനെ ഒരു നിധിയാണ്. ആ നിധി ആക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെ എന്താ എന്നുള്ളതിനെക്കുറിച്ച് സ്വല്പമെങ്കിലും വെളിച്ചം നൽകിക്കൊണ്ട് നാളെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്താണ് സംസാരിക്കാൻ പോണതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനിപ്പോൾ സംസാരിച്ച് 2 ശ്ലോകത്തിലേ എത്തിയിട്ടുള്ളൂ. ഒരു പരിസമാപന ശ്ലോകം പറഞ്ഞ് നിർത്താം. അതിനുശേഷം ഓംകാരം ജപിക്കും. നിങ്ങളെല്ലാവരും ഊർജ്ജസ്വലതയോടുകൂടി അതിൽ പങ്കെടുക്കുക. എന്നിട്ട് നമുക്ക് പിരിയാം. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപദേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരീണ ഹേ മാധവാ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹരി ഓം ഹരി ഓം ഹരി ഓ. എല്ലാവരും നിർഭയരായിരിക്കൂ. നിങ്ങളെ പരമാത്മാവായിരിക്കുന്ന പരമേശ്വരൻ, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി അകത്ത് ആലിംഗനം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്, പുറത്ത് വലയം ചെയ്തുകൊണ്ട്. അങ്ങനെ പരമകല്യാണനിധിയാൽ ഉള്ളിൽ ആലിംഗനം ചെയ്തുകൊണ്ടും പുറത്ത് വലയം ചെയ്തുകൊണ്ടും ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കലും ഭയമുണ്ടാകരുത്. നിർഭയരായി
സന്തുഷ്ടഭരിതരായി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എല്ലാവരും ഇരിക്കും. എല്ലാ ഭയത്തിനും ഇവിടെ ഇട്ടുകൊണ്ട് പോവുക, നിർഭയരായിരിക്കുക, ആനന്ദഭരിതരാകും. ഹരി ഓം തത്സ. ജയ.